വേദപുസ്തകത്തിലെ 66 പുസ്തകത്തിൽ പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിൽ അതിലെ 21 ലേഖനങ്ങൾ, ആ ലേഖനങ്ങളിൽ 14 ലേഖനത്തോളം പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ് നമുക്കറിയാം. 13 ലേഖനം തീർത്ത് പറയാം പൗലോസ് എഴുതി. ഒരു ലേഖനം അല്പ തർക്കിക്കണ്ട, അതും പൗലോസ് എഴുതിയതാ, എബ്രായ ലേഖനം. ഈ ലേഖനങ്ങൾ 7 സഭയ്ക്ക് പൗലോസ് ലേഖനങ്ങൾ എഴുതി. 7 സഭയ്ക്ക് വെളിപ്പാട് പുസ്തകത്തിൽ ആലോചന പറയുന്നതായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ 7 സഭയ്ക്ക് പൗലോസിന് ലേഖനങ്ങൾ എഴുതി. ദൈവത്തിന്റെ മഹത്വം. ഇതിലെ എഫീസ് ലേഖനം സാധാരണ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നതും പഠിച്ചതും ഇപ്പോഴൊക്കെ പഠിപ്പിക്കുന്ന ഈ ലേഖനത്തിനൊരു വിശേഷത പറഞ്ഞിരിക്കുന്നത് ലേഖനങ്ങളുടെ റാണിയാണെന്ന. ലേഖനങ്ങളുടെ റാണി. പിന്നെ ഇതിനെ സംബന്ധിച്ചാണോ ഫോൺ വന്നേ? എന്നാ കുഴപ്പമില്ല. അപ്പോൾ ലേഖനങ്ങളുടെ റാണിയാണ് എഫീസ് ലേഖനം. അപ്പോൾ ലേഖനങ്ങളുടെ രാജാവാണ് കൊലോസ്യ ലേഖനം. എഫേസ് ലേഖനം ലേഖനങ്ങളുടെ റാണിയാകാൻ കാരണം എഫേസ് ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം സഭയെന്നുള്ളതാണ്. സഭ സ്വർഗത്തിൽ, സഭ ഭൂമിയിൽ, സഭ എങ്ങനെയായിരിക്കണം, എന്താണ് സഭയുടെ വിശേഷത, അതെല്ലാം എഫേസ് ലേഖനത്തിൽ നാം പഠിക്കുന്നത്. കൊലോസ്യ ലേഖനം ലേഖനങ്ങളുടെ രാജാവാകാൻ കാരണം അതിലെ പ്രധാനപ്പെട്ട വിഷയം യേശു ക്രിസ്തുവാണ്. എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന നസറയനാകുന്ന യേശു ക്രിസ്തു. യേശു ക്രിസ്തു അവൻ മഹത്വമുള്ളവൻ, യേശു ക്രിസ്തു ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു യോഗ്യൻ, യേശു ക്രിസ്തു ഉന്നതൻ, യേശു ക്രിസ്തു മഹിമയുള്ളവൻ. ക്രിസ്തുയേശുവിൻ്റെ മഹിമയാണ് കൊലോസ്യ ലേഖനത്തിൽ ഉടനീളം നമ്മൾ പഠിക്കുന്നത്. ഈ കാണുന്ന ചരാചരങ്ങൾ, അണ്ടഘടാകങ്ങൾ, ബ്രഹ്മാണ്ട കോടിനാട് നമുക്ക് ഉണ്ടാകുന്നതിന് മുമ്പ് ഉള്ളവനാ ഞാനും നിങ്ങളും ആരാധിക്കുന്ന നസറയനാകുന്ന യേശു ക്രിസ്തു. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പാടിയിരിക്കുന്നത്, അവിടുന്ന് അനാദിയായും ശാശ്വതമായും നമ്മുടെ ദൈവമാ. ഭൂമിയെയും ഭൂമണ്ഡലത്തെയും ഒക്കെ നിർമ്മിച്ചതിന് ഉണ്ടാക്കുന്നതിന് മുമ്പ് അവിടുന്ന് അനാദിയായും ശാശ്വത. അറിവുള്ള വാക്യമായെങ്കിലും വായിച്ചോ. 90ന്റെ 1ഉം 2ഉം സങ്കീർത്തനം ചടിയടാന്ന് വായിച്ചോണം. ദൈവദാസന് വായിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സാധാരണ സഭകളിൽ സഹോദരിമാർ ചടിയടാന്ന് വായിക്കുന്നുണ്ട്. ആരേലും ഉണ്ടോ? 2 പേരും ഇവിടെ വന്നിരുന്നേ. ഇനി വാ, ഇവിടെ വന്നേ. ഇങ്ങോട്ടിരിക്ക, മൈക്കൂടെ തരാനാ. മോനെ ഒരു മൈക്കുണ്ടോ വേറെ കൊടുക്കാൻ? എന്നാ ചടയിന്ന് കൊടുക്കുക. 2 എണ്ണം കൊണ്ടുവാ. 2 എണ്ണം ഉണ്ടോ എടുക്കാൻ? ചടയിന്ന് കൊണ്ടുവാ. ദേവകൾ വണങ്ങിടും ദീനദയാലുബേ, ദേവകൾ വണങ്ങിടും ദീനദയാലുബേ, സദയമി നമ്മെ കാകു സൽഗുണ സിന്ധുവേ, സദയമി നമ്മെ കാകു സൽഗുണ സിന്ധുവേ, ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ, ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ, യേശു മഹേശനെ നാഗതി വാസനെ, യേശു മഹേശനെ നാഗതി വാസനെ, ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ, ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ, മരികയില്ല പകാരം ചെയ്തോരു നാഥനെ, മരികയില്ല പകാരം ചെയ്തോരു നാഥനെ, മലയതിൽ ബലി ചെയ്ത മർത്യശരീരനെ, മലയതിൽ ബലി ചെയ്ത മർത്യശരീരനെ, മലയതിൽ ബലി ചെയ്ത മർത്യശരീരനെ, മലയതിൽ ബലി ചെയ്ത മർത്യശരീരനെ, മലയതിൽ ബലി ചെയ്ത
ഭജിക്കുക നീ നിത്യം യേശു മകേശനെ ഭജിക്കുക നീ നിത്യം യേശു മകേശനെ യേശു മകേശനെ അഗനി വചനെ യേശു മകേശനെ അഗനി വചനെ ഭജിക്കുക നീ നിത്യം യേശു മകേശനെ ഭജിക്കുക നീ നിത്യം യേശു മകേശനെ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഇത് നന്നാക്കി തരണേ. എന്റെ തൊണ്ട. അപ്പോൾ ശ്രദ്ധിക്കുക. 90-ാം സങ്കീർത്തനം 1-2 വായിച്ചോ. കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പിന്നെ പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയായും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുൻപ് എന്ന് പറഞ്ഞാൽ ഈ പർവ്വതങ്ങൾ ഭൂമി ഭൂമണ്ഡലം ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ളവനാ ദൈവം. കുന്നും മലയും ഉണ്ടായി കഴിഞ്ഞുണ്ടായ ദൈവമല്ല. മല ഉണ്ടായിക്കഴിഞ്ഞ് അല്ലെ കുന്നുണ്ടായിക്കഴിഞ്ഞുണ്ടായ ദൈവമല്ല. കുന്നും മലയും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ള ദൈവമാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നത് കൊണ്ട് വിവരിക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. അവിടുന്ന് അനാദിയായും ശാശ്വതമായും നമ്മുടെ ദൈവമാണ്. അതാണ് യേശു ക്രിസ്തു. അപ്പോൾ ആ ക്രിസ്തുവേശുവിൻ്റെ വിശേഷതകളാണ് കൊലോസ് ലേഖനം. അതുകൊണ്ട് കൊലോസ് ലേഖനം ലേഖനങ്ങളുടെ രാജാവും എഫേസ് ലേഖനം ലേഖനങ്ങളുടെ റാണിയാണ്. ആ എഫേസ് ലേഖനം 5-ാം അധ്യായത്തിന്റെ 15 മുതലുള്ള തിരുവെടുത്ത വായിച്ചത്, വിശേഷിച്ച് 16-ാം വാക്യം ആ ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ടും വായിച്ചത്. ഓർപ്പിച്ചല്ലോ, എഫേസ് ലേഖനം ലേഖനങ്ങളുടെ റാണിയാണ്. ഓരോ അധ്യായത്തിലും വിശേഷതകൾ ഒത്തിരിയുണ്ട്. 1-ാം അധ്യായത്തിൽ ദൈവം നമ്മെ തെരഞ്ഞെടുത്ത വിഷയം, 2-ാം അധ്യായത്തിൽ നമ്മെ കൊണ്ട് ഇരുത്തിയ ആമേ സന്ദർഭം, 3-ാം അധ്യായത്തിൽ അപ്രമേയ ധനം ക്രിസ്തുവേശുവിൽ കൂടി, 4-ാം അധ്യായത്തിൽ ദൈവസഭയുടെ 5 തരത്തിലെ ശുശ്രൂഷക ബൃന്ദങ്ങൾ, 5-ാം അധ്യായത്തിൽ ആത്മനിറവ്, 6-ാം അധ്യായത്തിൽ ആത്മീക പോരാട്ടം. ഞാൻ ഇടയെന്ന് വാക്യം പറയാ, ചടികടാന്ന് വായിച്ചോണം. 1-ാം അധ്യായത്തിന്റെ 4 മുതൽ താഴോട്ട്. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവന് തിരഞ്ഞെടുക്കുകയും തിരികത്തിന്റെ പ്രസാദ പ്രകാരം ഓടിച്ചു വായിക്കണം, സ്പീഡ് വായിക്കണം. അതെ, അപ്പോൾ താഴോട്ട് പഠിക്കുമ്പോൾ 1-ാം അധ്യായത്തിൽ ദൈവം നമ്മെ തെരഞ്ഞെടുത്ത വിഷയമാണ്. 2-ാം അധ്യായത്തിൽ ആമൻ സ്തോത്രം, ആമൻ നമ്മെ സ്വർഗത്തിൽ കൊണ്ടുവന്നിരുത്തി. 2:7 ക്രിസ്തുയേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. അതാരാ വായിക്കുന്നേ? നന്നായിരിക്കുന്നു. വായിച്ചോ. പാടിയ ആളല്ലേ മുമ്പേ പാടിയ. ക്രിസ്തുയേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. നിങ്ങൾ രണ്ടുപേരും ഒരു ധാരണ നന്നായിട്ട് വായിച്ചു. പുള്ളിക്കാരി തന്നെ വായിപ്പിക്കണ്ട, നമ്മളും വായിക്കണം. 2 പേരോടെ വായിച്ച് സഹായിക്കണം. ദൈവം നിങ്ങളെ 2 പേരെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ 1-ാം അധ്യായത്തിൽ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. 2-ാം അധ്യായത്തിൽ നമ്മെ സ്വർഗത്തിൽ കൊണ്ടുവന്ന് ഇരുത്തി. ഇരിപ്പ് കണ്ടാലൊന്നും തോന്നുകയില്ല, വലിയ നഷ്ടബോധം വന്ന പോലെ. സ്തോത്രം, സ്വർഗത്തിലായിരുത്തിയിരിക്കുന്നത്. ആട്ടെ, നമുക്ക് പിന്നീട് ചിന്തിക്കാം. 3-ാം അധ്യായത്തിൽ അപ്രമേയ ധനമാണ്, വിവരിക്കുന്നില്ല. 4-ാം അധ്യായത്തിൽ ദൈവസഭയ്ക്ക് 5 തരത്തിലെ ശുശ്രൂഷക വൃന്ദങ്ങളെ തന്നു. 4:11 മുതൽ വായിര്. 4:11 അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ സുവിശേഷകന്മാരായി, ചിലരെ ഇടയന്മാരായി, ഉപദേഷ്ടകന്മാരുമായിട്ട് നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിനുമുള്ള ഐക്യതയും. അപ്പോൾ 4-ാം അധ്യായത്തിൽ 5 തരത്തിലെ ശുശ്രൂഷക വൃന്ദങ്ങളെ ദൈവം സഭയ്ക്ക് തന്നു. സഭയ്ക്ക് രക്ഷാധികാരി ഒന്നുമില്ല. അത് മൂപ്പിലെ പിണങ്ങാതിരിക്കാൻ നമ്മൾ ഒപ്പിച്ചതാ. സഭയുടെ ആരംഭം മുതൽ കളവൻ നമ്മുടെ കൂടെ ഉണ്ട്. എന്നാൽ പിന്നെ പിണങ്ങി പോകരുതല്ലോ എന്നോർത്ത് പറഞ്ഞു, അച്ചായനാണ് ഇനി സഭയുടെ സഭയുടെ രക്ഷാധികാരി ദൈവമാണ്. സ്തോത്രം. ഇവിടെ ഒരു രക്ഷാധികാരി ഇല്ല, രക്ഷാധികാരി സ്വർഗത്തിലെ ദൈവമാണ്. സെക്രട്ടറി ഒന്നുമില്ല, അത് പുള്ളി കുറേ നാൾ ആൾക്കാരെ വടകി സെക്രട്ടറി ആയതാ. സ്തോത്രം. ട്രഷറുമില്ല. യേശുവിൻ്റെ കാലത്തും അങ്ങനൊന്നും ഇല്ലായിരുന്നു. പിന്നെ പണസഞ്ചി അവൻ്റെ പക്കലായിരുന്നു, അവൻ അടിച്ചു മാറ്റി. അത് ഞാൻ പിന്നെ വരെ, ഇപ്പം പറയുന്നില്ല, ഞാൻ ആ ഭാഗത്ത് പിന്നെ വരുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ദൈവസഭയ്ക്ക് 5 തരത്തിലെ ശുശ്രൂഷകരെ തന്നിട്ടുള്ളൂ. ചില സഭയിലൊക്കെ ചെല്ലുമ്പോൾ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് വലിയ വരവൊക്കെ ഒന്ന് കാണണം. ചില പാസ്റ്റർമാർ പറയും ഇതാണ് നമ്മുടെ സെക്രട്ടറി. മൈൻഡ് ചെയ്യല. ഇവിടെ കൈപ്പട്ടൂർ ഉടക്കം ഉണ്ടാക്കണ്ട, പൊതുവിലായി പറയുന്നേ.
ദൈവത്തിന് മഹത്വം. ഏതാണ്ട് ആളായെന്നൊരു ചിന്തയാ ചിലർക്ക്. നാം ആകുന്നത് കൃപയാല. വല്ലോം പുകിടാനുണ്ട്, കാൽവരി ക്രൂശില്ല. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. വല്ലോനെ പ്രശംസിപ്പാനുണ്ടെങ്കിൽ അത് യേശുവിന്റെ ക്രൂശില്ല. ദൈവത്തിന്റെ മഹത്വം. ആട്ടെ, ഭാഗമൊന്നും വിവരിക്കുന്നില്ല. 4-ാം അധ്യായത്തിൽ ദൈവസഭയ്ക്ക് 5 തരത്തിലെ ശുശ്രൂഷക വൃന്ദങ്ങളെ ദൈവം തന്നിരിക്കുക. 6-ാം അധ്യായത്തിൽ വരിക്കുമ്പോൾ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആത്മനിറവ്. അവിടെ 5-ാം അധ്യായത്തിന്റെ 15 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ഒരു പദമുണ്ട്, ആത്മാവ് നിറഞ്ഞവരായി. അങ്ങനെ എഴുതിയേക്കുന്നത് വായിച്ചേ. ആത്മാവ് നിറഞ്ഞവരായി, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും. ആത്മാവ് നിറഞ്ഞവരായി. ദൈവത്തിന്റെ മഹത്വം. 5-ാം അധ്യായത്തിലെ വിഷയം ആത്മനിറവ. ആത്മനിറവുള്ളവൻ സഭയ്ക്കകത്ത് വേണം. ആത്മനിറവുള്ളവൻ സഭയിലുണ്ടെങ്കിൽ സഭ വളരും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആത്മനിറവുള്ള ഉപദേശി, ആത്മനിറവുള്ള വിശ്വാസി, ആത്മനിറവുള്ള പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവൻ രോഗികളായി വരുന്നവൻ സൗഖ്യപ്പെടാവും. ബന്ധനസ്ഥര് വിടുതൽ പ്രാപിക്കും. അവൻ ഭൂതം പിടിച്ചവൻ വന്നാൽ അവൻ സൗഖ്യമാകും, ഭൂതം വിട്ടുപോകും. അവൻ മുടന്തൻ നടക്കും, കുരുടർക്ക് കാഴ്ച കൊണ്ടാകും, ചെകിടര് കേൾക്കും, ഊമന്മാര് സംസാരിക്കും. ഈ ദിവസങ്ങളിൽ നമുക്ക് ആവശ്യം മിടുക്കന്മാരെ അല്ല, കൗൺസിൽ മെമ്പർമാരെ അല്ല, സെന്ററിന്റെ ചുമതല വഹിക്കുന്നവരെ. അത് തെറ്റാന്നൊന്നുമില്ല, നിങ്ങൾ എഴുന്നേറ്റ് പോകുകയും ചെയ്യരുത്. നമുക്ക് ആവശ്യം ആത്മനിറവുള്ളവനെയാണ്, പ്രാർത്ഥിക്കുന്നവനെയാ. സെക്രട്ടറിയല്ലേ ആവശ്യം, ട്രഷറിനെ അല്ലേ ആവശ്യം, കമ്മിറ്റിനെയും കൗൺസിലിനെയും അല്ലേ ആവശ്യം. നമുക്ക് ആവശ്യം പ്രാർത്ഥിക്കുന്നവരെ, ആത്മനിറവുള്ളവരെ, ആത്മാവിൽ ആരാധിക്കുന്ന, ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന വിശ്വാസമുള്ള ജീവിതങ്ങൾ ദൈവസഭയ്ക്ക് എഴുന്നേറ്റാൽ അവൻ സഭ വളരും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 5-ാം അധ്യായത്തിൽ ആത്മനിറവ്. 6-ാം അധ്യായത്തിൽ ആത്മീക പോരാട്ടമാണ്. നമുക്ക് പോരാട്ടമുണ്ട്. 6:12 മുതൽ വായിച്ചോ. എല്ലാം പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തത്തോട് അല്ല. ഈ പുതിയ തിയോളജിയന്മാരൊക്കെ ഇപ്പൊ ഒത്തിരി പേരുണ്ട്. BTH, BD, MDY, MDH റിസർച്ച്. അത് തെറ്റാന്നല്ല, പഠിക്കുന്നത് നല്ലതാ. പഠിച്ച് ഇപ്പം ചില ആൾക്കാർ, എല്ലാവരും അല്ലെങ്കിലും പറഞ്ഞ് പോരാട്ടമൊന്നും ഇല്ലെന്നാണ്. അങ്ങനെ പറയുന്നത് തന്നെ ഒരു പോരാട്ടമാണ്. എടാ 10-14 ലേഖനം എഴുതി 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസ് പറഞ്ഞിരിക്കുക, നമുക്ക് പോരാട്ടമുള്ളത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പോരാട്ടം ഉണ്ട്. അത് ജഡരക്തങ്ങളോടല്ല, അപ്പനോടോ അമ്മയോടോ സഹോദരനോടോ സഹോദരിയോടോ അയലത്തുകാരോടോ സഭക്കാരോടോ പാസ്റ്ററോടോ വിശ്വാസിയോടൊന്നുമല്ല നമുക്ക് പോരാട്ടം. സഹജീവികളോടല്ല പോരാട്ടം. നമുക്ക് പോരാട്ടം ഒരു അദൃശ്യ മണ്ഡലത്തിൽ ഒരു അദൃശ്യ ശക്തിയുമായിട്ടാ. നമ്മുടെ എതിരാളി മറ്റാരുമല്ല, അറക്കാനും മുടിക്കാനും വരുന്ന പിശാച. അവനുമായാണ് നമുക്ക് പോരാട്ടമുള്ളത്. ആ പോരാട്ടം നടക്കുന്നത് പ്രാർത്ഥനാ റൂമിനകത്താ, അല്ല കൗൺസിൽ കൂടുമ്പോഴും കമ്മിറ്റി കൂടുമ്പോഴല്ല. ചില പറയാനുണ്ട്, പാസ്റ്ററെ കഴിഞ്ഞ ആഴ്ച കൗൺസിലായിരുന്നു, വലിയ പോരാട്ടം, ഒരു 90 വ്യാജി പിടിച്ചവന്മാരാ. ആണെന്നേ ഇനിയും വിളിക്കുകയല്ലെന്നല്ലേ ഉള്ളൂ. ആട്ടെ, ദൈവത്തിന് മഹത്വം. നമുക്ക് പോരാട്ടമുള്ളത് ആമേ സഹശുശ്രൂഷകരോടല്ല, മനുഷ്യരോട് ആരോടുമല്ല, കൂട്ടായ്മ കൂടുന്ന ആരോടുമല്ല. നമുക്കെതിരെ ഒരു എതിരാളിയുണ്ട്. നശിപ്പിക്കുവാനും മുടിക്കുവാനും അറുക്കുവാനും ചതിക്കുവാനും തകർത്ത് കളയുവാൻ വെല്ലുവിളിക്കുന്ന ഒരു സാത്താന്യ ശക്തി. അവിടെ 4 വിഭാഗങ്ങളെ പറ്റി ആ പൗലോസ് തരംതിരിച്ചിട്ടിരിക്കുന്നത്. നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് ആ ഭാഗത്തോട്ട് പോകണ്ട. ആമേ പോരാട്ടം ഉണ്ടെന്നുള്ളതാ. ഒന്നുകൂടെ വായിച്ചോ. 12. പോരാട്ടമുള്ളത് ഈ ലോകരോടല്ല, ജഡീകരോടല്ല. പോരാട്ടമുള്ളത് ഈ ലോകരോടല്ല, ജഡീകരോടല്ല. സ്വർലോക ദുഷ്ടാത്മസേനേ, ഓ വിശ്വാസികളെ ഉയർത്തിടുവിൻ ജയത്തിൻ കോടികൾ. ഓ വിശ്വാസികളെ ഉയർത്തിടുവിൻ ജയത്തിൻ കോടികൾ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമുക്കൊരു എതിരാളി കൊണ്ട് നമുക്ക് പോരാട്ടമുണ്ട്. അത് സാത്താനാ. അപ്പോൾ ഈ 6 അധ്യായത്തിലും പൗലോസ് 6 കാര്യങ്ങൾ പ്രധാനമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുക. ഓർപ്പിച്ചല്ലോ, 1-ാം അധ്യായത്തിൽ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. നാം ദൈവത്തെ തെരഞ്ഞെടുത്തതല്ല, ദൈവം നമ്മെ തെരഞ്ഞെടുത്തതാ.
ചിലരുടെ ഇരിപ്പും ഭാവവും നോട്ടവും കണ്ടാൽ അവർ ദൈവത്തെ തെരഞ്ഞെടുത്തേച്ച് ഇതിനകത്ത് കയറി ഇരിക്കുന്നവരാ. അണ്ണം കളിക്കുക. നീ അണ്ണം കളിക്കാതെ ആമൻ സ്വോത്രം കരുണയോട് ദൈവത്തോട് അപേക്ഷിക്ക്. നിന്റെ യോഗ്യത കൊണ്ടോ സേട്ടത കൊണ്ടോ കുടുംബ മഹിമ കൊണ്ടൊന്നും തെരഞ്ഞെടുത്തതല്ല. ആമൻ അവിടുത്തെ കരുണയാ. ഒരു കണ്ണിന് പോലും ദയ തോന്നാതെ എല്ലാവരാലും വെറുക്കപ്പെട്ട് തള്ളപ്പെട്ട് പാപത്തിന്റെ പടികുടിയിൽ പിശാചനാൽ പിടിക്കപ്പെട്ട് ആമേ പാപത്തിന്റെ ദാസന്മാരായി പാതാളത്തിന്റെ ആടുകളായി മൃത്യു നമ്മെ മേകിച്ച കാലഘട്ടത്തിൽ നിന്ന് ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. കർത്താവ് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു, നമുക്കെല്ലാം മനപാഠമാ. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാ. നിങ്ങൾ ഫലം കായ്ക്കുവാൻ, നിങ്ങളുടെ ഫലം നിലനിൽക്കുവാൻ അവിടുന്ന് നമ്മെ തിരഞ്ഞെടുത്തു. ആട്ടെ, ഞാൻ ആ ഭാഗം ഒന്നും വിവരിക്കുന്നില്ല. കൃത്യസമയത്ത് യോഗം നിർത്തണമല്ലോ. ഇപ്പം വാച്ച് ഒന്ന് തരികയാണെങ്കിൽ അല്ലെ കാണിച്ചാലും മതി. ഇത് കറക്റ്റ് അല്ലയോ ദൈവദാസൻ? മതി. കർത്താവിന് മഹത്വം. അതുകൊണ്ട് വിവരിക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. ഓരോ അധ്യായത്തിലും ഓരോ കാര്യങ്ങൾ പൗലോസ് തെളിയിച്ചു. 2-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ കൊണ്ടുവന്ന് ഇരുത്തി എന്ന. സ്വർഗത്തിൽ കൊണ്ടുവന്ന് ഇരുത്തി. ആ ഇരുത്തുന്നതിന് മുന്നേ 5-10 കൂട്ടം കാര്യങ്ങൾ അവിടെ പറഞ്ഞോണ്ട്. തെരഞ്ഞെടുപ്പ്, ദത്തെടുപ്പ്, മുൻനിയമനം, നൽവരം, അച്ചാരം, അവകാശം, അനുഗ്രഹം, ഇതെല്ലാം ദൈവം നമുക്ക് തന്നിരിക്കുക. തന്നച്ച് കൈവിട്ടില്ല. എന്നെ നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുവന്ന് ഇരുത്തി. നമ്മുടെ ഇരിപ്പ് കണ്ടാലൊന്നും ചിലര് സഭായത്തിനൊക്കെ വന്നിരിക്കുന്ന കണ്ടിട്ടില്ലേ? യാതൊരു പക്വതയോ ഭയോ ഒന്നുമില്ല. ആ കാര്യത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന കത്തോലിക്ക സഹോദരങ്ങളെയാ. അവരുടെ പള്ളി നിങ്ങൾ ശ്രദ്ധിച്ച, ചിലപ്പോൾ അകത്ത് കയറുകയോ പുറത്ത് നിൽക്കുമോ, അത് സൗകര്യം പോലെ. ഭയങ്കര ഭക്തിയാ. പക്ഷെ പെന്തിക്കോസുകാർ നിങ്ങളിപ്പോൾ തന്നെ പലരും നോക്കിയാൽ ഇരിപ്പൊക്കെ കണ്ടില്ലേ? മുണ്ടിയിരിക്കും പോലെ വന്നിരിക്കുക. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിച്ച നോട്ടം ഇരിപ്പം കണ്ടില്ലേ? വേറെ പുസ്തകം പോലും ചിലത് കൊണ്ടുവരികയല്ല. ഇവനും വന്നിരിക്കുക. ദൈവദാസൻ നോക്കുന്ന ആരൊക്കെയാന്ന് നോക്കണ്ട. നമ്മൾ ഒന്നാമത് വയ്യ തിരിച്ചു പോകുമ്പോൾ കൊച്ചുങ്ങൾ വെറുതെ എന്നെ നോക്കിയാൽ മതി. ഭക്തിയില്ലല്ലോ. ആ കാര്യത്തിൽ ബഹുമാനിക്കുന്നത് കത്തോലിക്ക സഹോദരങ്ങ. വളരെ ഭക്തിയോടെ അവര് പള്ളിമുറ്റത്താന്തലും പള്ളി പരിസരത്താന്തലും വളരെ ഭക്തിയാ. നല്ല കാര്യം അംഗീകരിക്കണം, അഭിനന്ദിക്കുകയും ചെയ്യണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ പള്ളിക്കകത്ത് കുർബാന നടക്കുമ്പോൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ശുശ്രൂഷകൾ നടക്കുമ്പോൾ മറ്റ് യാതൊരു അലങ്കോലവും ഇല്ല. കുഞ്ഞുങ്ങളെ കരയാട്ടെ, ബഹളമാകട്ടെ, അതുങ്ങൾക്ക് ബിസ്ക്കറ്റ് കൊടുക്കാട്ടെ, പാല് കൊടുക്കാട്ടെ, കൊച്ചുങ്ങളെ തുള്ളിക്കുക, അതെല്ലാം പെന്തിക്കോസിലാണ്. കാശുള്ള ചായന്റെ കൊച്ചിനെ മുന്നിൽ ഇട്ട് തുള്ളിക്കും, കാശില്ലാത്തവന്റെ പുറകിലിട്ട് ആണെന്ന് ഉപദേശിക്കോട്ട് പറയാനും മേല. പറഞ്ഞ ഉടനെ കുമ്പനാട്ടി എന്ന് പറയും പുള്ളിയെ മാറ്റണമെന്ന്. അത് പേടിച്ച് പുള്ളിയുടെ ഭാര്യ പറയും, എന്തായാലും ചേട്ടാ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കാൻ പറയും. ഇതല്ലേ ഈ നടക്കുന്ന കേസുകൾ. ആട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പൊ പോകുന്നില്ല. ഭക്തിയോടെ വേണം ദൈവത്തെ ആരാധിക്കാൻ. ദൈവത്തിന് മഹത്വം. അപ്പോൾ 2-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുക. നമ്മളിത് യോഗ്യരല്ല, അവിടുത്തെ കരുണയാ, അവിടുത്തെ മഹാദയ. വിലാപങ്ങളിൽ വായിക്കുന്നത് നാം മുടിഞ്ഞു പോകാതിരിക്കുന്നതും അവിടുത്തെ ദയയാ. സങ്കീർത്തനക്കാരൻ പാടി, നിന്റെ ദയ ജീവനേക്കാൾ നല്ലത്, എൻ്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. തീർന്നില്ല, എൻ്റെ ജീവകാലമൊക്കെയും ഞാൻ അങ്ങനെ. ദൈവത്തിന് മഹത്വം. ഓർത്തോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അതെ, ഇനി ഞാൻ ഇടയ്ക്കത്തെ ഭാഗം ഒന്നും പറയുന്നില്ല, സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ടാണ്. വായിച്ച കുറുവാക്യത്തിന്റെ വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. 16-ാം വാക്യമാണല്ലോ എടുത്തു വായിച്ചത്. വായിച്ചേ 16-ാം വാക്യം. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യം ഒന്നുകൂടെ ആവർത്തിക്കുക. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ദൈവമക്കളിക്കാൻ അവസരം കിട്ടുമ്പോൾ ദൈവത്തെ ആരാധിച്ചോണം. കൈയടിക്കാൻ ആരോഗ്യം ഉള്ളപ്പോൾ കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ശബ്ദമുള്ളപ്പോൾ ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കണം. ആമൻ നടന്നു വരാൻ ആരോഗ്യം ഉള്ളപ്പോൾ യോഗത്തിന് നടന്നു വന്നോണം. എന്തെങ്കിലും കൊടുക്കാൻ നിവൃത്തിയും സാവകാശവും ഉള്ളപ്പോൾ കൊടുത്തോണം. ആമൻ യാത്ര ചെയ്യുവാൻ കഴിവും പ്രാപ്തിയും ഉള്ളപ്പോൾ യാത്ര ചെയ്തോണം. കണ്ണിന് കാഴ്ചയുള്ളപ്പം വേദപുസ്തകം വായിച്ച് നോക്കി വായിക്കണം. നമ്മുടെ അവസരം ഒന്നും നഷ്ടപ്പെടുത്തി കളയരുത്. എപ്പോഴും അവസരം ചിലപ്പോൾ ലഭിച്ചെന്ന് വരികയല്ല. അതുകൊണ്ട് ലഭിക്കുന്ന അവസരം തക്കത്തിൽ ഉപയോഗിക്കണം. ഇത് ദുഷ്കാലമാകയാൽ
സമയം തക്കത്തിൽ ഉപയോഗിച്ചു. ഒരു വല്ലാത്ത കാലയളവിലേക്കാണ് നമ്മളും എല്ലാവരും കടന്നു വന്നിരിക്കുന്നത്. സഭാപ്രസംഗികളുടെ പുസ്തകത്തിൽ ഏതാണ്ട് 29 കൂട്ടം കാലത്തെ പറ്റി പറയുന്നുണ്ട്. വായിച്ചു. 2-1 വ്യാഖ്യാനിക്കുന്നില്ല, വായിച്ചു വിട്ടു. പെട്ടെന്ന് വായിര്. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, വരിക, ഞാൻ നിന്നെ സന്തോഷം കൊണ്ട് പരീക്ഷിക്കും. വിതപ്പാനൊരു കാലം, അത് മുതൽ വരും കാലം വായിര്. എന്നാൽ അത് മായ തന്നെ. ഞാൻ ചിരിയെക്കുറിച്ച് അത് ഭ്രാന്ത് എന്നും സന്തോഷത്തെക്കുറിച്ച് അത് എന്തുകൊണ്ടെന്ന് ഫലം എന്നും പറഞ്ഞു. മനുഷ്യർക്ക് ആകാശത്തിന് കീഴെ ജീവപര്യന്തം ചെയ്യുവാൻ നല്ലത് ഏതെന്ന്. 3:1 മുതൽ. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. എല്ലാറ്റിനും ഒരു സമയം. ഞാൻ 2 പറഞ്ഞേ? 3. എല്ലാറ്റിനും ഒരു സമയം. ആരാ തിരുത്തിയല്ലോ അവിടെ? ആരാ തിരുത്തി? നന്ദി, ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി വായിച്ചേ. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. ഓടിച്ചു വായിച്ചു. ഇങ്ങനെ വായിച്ചാൽ നമുക്ക് ഇന്ന് 10:30 ആയാലും പോക്ക് നടക്കുക. ജനിപ്പാൻ ഒരു കാലം, പിന്നെ മരിപ്പാൻ ഒരു കാലം. എല്ലാത്തിനും ഒരു കാലമുണ്ട്. ജനിപ്പാൻ ഒരു കാലം, മരിപ്പാൻ ഒരു കാലം, നടുവാൻ ഒരു കാലം, നട്ടത് പറിപ്പാൻ ഒരു കാലം, കൊല്ലുവാൻ ഒരു കാലം, സൗഖ്യമാക്കുവാൻ ഒരു കാലം, പിന്നെ ഇടിച്ചു കളവാൻ ഒരു കാലം, പണിവാൻ ഒരു കാലം, ഓടിച്ചു വായിച്ചു. കരവാൻ ഒരു കാലം, ചിരിപ്പാൻ ഒരു കാലം, വിലപിപ്പാൻ ഒരു കാലം, നൃത്തം ചെയ്യുവാൻ ഒരു കാലം, കല്ല് പെറുക്കി കളവാൻ ഒരു കാലം, കല്ല് പെറുക്കി കൂട്ടുവാൻ ഒരു കാലം, ആലിംഗനം ചെയ്യുവാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാതിരിപ്പാൻ. സമയം പോകുന്നത് ആടോട്ട്. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, അതുകൊണ്ട് പിന്നെയും വായിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം പഠിച്ച് മിടുക്കരായിട്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് സന്തോഷം, അറിയാമല്ലോ. അപ്പൊ എന്തായാലും കൊള്ളാം, എല്ലാത്തിനും ഒരു കാലമുണ്ട്. അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കാനും കൂട്ടായ്മയ്ക്ക് വരാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും ഒക്കെ ഒരു സമയമുണ്ട്. ആ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. എപ്പോഴും നമുക്ക് സമയം ലഭിച്ചെന്ന് വരികയില്ല. ലഭിക്കുന്ന സമയം നഷ്ടപ്പെടുത്തി കളയരുത്. ലഭിക്കുന്ന സമയം ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളണം. ദൈവത്തിന് മകത്ത് സമയം തക്കത്തിൽ ഉപയോഗിച്ച 1-2 സംഭവങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് തെളിയിപ്പാനാണ് ഇന്ന് രാത്രി കർത്താവിൽ ശരണപ്പെടുന്നത്. നിങ്ങൾക്ക് അറിവുള്ള ഭാഗമാണ്. സമയം തക്കത്തിൽ ഉപയോഗിച്ചു. വായിച്ചാട്ടെ, പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിന്റെ 26-ാമത്തെ തിരുവെടുത്ത് വായിക്കാം. സമയം തക്കത്തിൽ ഉപയോഗിച്ച ചില കാര്യങ്ങൾ. മോശെ പാളയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് യഹോവയുടെ പക്ഷത്തിലുള്ളവൻ ുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. അടുത്തത്, എന്നാറേ ലേവ്യരെല്ലാവരും അവന്റെ അടുക്കൽ വന്നു. മോശയുടെ അടുക്കൽ വന്നു. അവൻ അവരോട്, നിങ്ങൾ ഓരോരുത്തരും. എല്ലാ ഭാഗവും വായിപ്പിക്കുന്നില്ല. മോശ പാളയത്തിന്റെ വാതിൽക്കൽ നിന്ന് ചോദിക്കുക, യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ. ഈ കാര്യം അങ്ങോട്ട് പരസ്യപ്രഖ്യാപനം നടത്തിയപ്പോൾ എന്നാറേ ലേവ്യരെല്ലാം കൂടെ അവന്റെ അടുക്കൽ വന്നുകൂടി. മൊത്തം എത്ര മക്കളാ യാക്കോബിന്? ആണെത്ര പെണ്ണെത്ര? 12 ആണും. പേര് വായിര്. ഉൽപ്പത്തി 49-ന്റെ 1-2 വായിച്ചേ ആദ്യം. ചടികടാന്ന് വായിര്. അനന്തരം യാക്കോബ് തന്റെ പുത്രന്മാരോട് വിളിച്ച് അവരോട് പറഞ്ഞത്, കൂടി വരുവീൻ, പാപകാലത്ത് നിങ്ങൾക്ക് സംഭവിക്കാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കാം. യാക്കോബിന്റെ പുത്രന്മാരെ കൂടി വന്ന് നിങ്ങളുടെ അപ്പനാകുന്ന ഇസ്രായേലിന്റെ മൊഴിക്ക് ചെവി തരുവിൻ. അടുത്തത്, രൂബേനെ നീ എന്റെ ആദ്യജാതൻ. ആദ്യത്തത്. ഇനി 5-ാം വാക്യം, ശിമയോനും ലേവിയും സഹോദരന്മാർ. 8-ാം വാക്യം, യഹൂദയെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും. 13, സെബുലൂൻ സമുദ്രതീരത്ത്. പിന്നെ 14, ഇസ്സാഖാർ അസ്ഥിബലമുള്ള കഴുത. 16, ഏതൊരു ഇസ്രായേലി ഗോത്രവും പോലെ സ്വജനത്തിന് ദാൻ. പിന്നെ 19-ാം വാക്യം, ഗാദോ കവർച്ചപ്പടയവനെ ഞെരുക്കും. 20, ആശേരോ നിന്റെ ആകാരം പുഷ്ടിയുള്ളത്. 21, നഫ്താലി സ്വതന്ത്രയായിട്ട് നടക്കുന്ന പേടമാൻ. 22, യോസേഫ് ഫലപ്രദമായ ഒരു വൃക്ഷം. പിന്നെ 27, ബെന്യാമിൻ കടിച്ചു കീറുന്ന ചെന്ന. അപ്പൊ ഈ ഇത്രയും പിള്ളേര് യാക്കോബനുണ്ട്. അത് ഒന്നുകൊന്ന് മെച്ചമാണ്. അല്ല നമ്മളെപ്പോ ഒന്നുമല്ല. ഒരുത്തൻ അങ്ങോട്ട് അന്നേ ഒരുത്തൻ ഇങ്ങോട്ട്, എല്ലാം നല്ല ഒന്നുകൊന്നുക്ക് മെച്ചമാണ്. അതൊന്നും ഞാൻ പറയുന്നില്ല, അതിന് നേരമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അതില് നല്ല മിടുക്കാൻ ഒരുത്തനാ ലേവി.
മോശ പാളകത്തിന്റെ വാതിക്കൽ നിന്ന് ചോദിക്കുക, യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ. പശ്ചാത്തലവും സന്ദർഭവും വേറെ പുസ്തകം പഠിപ്പിക്കുന്ന നിങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. സന്ദർഭം ഇതാ, മോശെ പ്രമാണം വാങ്ങാൻ പർവ്വതത്തിലോട്ട് പോയി. മോശ പോയി. മോശയെ ദൈവം വിളിച്ചേച്ച് പറഞ്ഞു, പിന്നെ ഇനി വന്ന് എൻ്റെ അടുക്ക ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ എഴുതിയേക്കുന്നേ. ഇനി കയറി 24:12 വായിച്ചേ പുറപ്പാട്. ആ കണ്ണിക്ക് തുടങ്ങുന്നത്. പിന്നെ യഹോവ മോശയോട്, നീ എന്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി വന്ന് അവിടെ ഇരിക്കുക. എന്റെ അടുക്കൽ ഇരിക്കാൻ. ഇങ്ങനെ വേറെ ഒറ്റയൊരുത്തനോട് ദൈവം പറഞ്ഞിട്ടില്ല. മോശയോട് മാത്രമേ ദൈവം പറഞ്ഞുള്ളൂ. നീയേ ഇനി കേറി വന്ന് അവിടെ ഇരിക്കുക. എവിടെ? നീ എന്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി. മോശയോട് ദൈവം പറയാ, മോശേ ഇനി കേറി വാ, ഇനി വന്നേ, നീയേ എന്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി വന്ന്. ദൈവത്തിന്റെ അടുക്കൽ പിടിച്ചിരുത്തുക. ചുമ്മാ ഉള്ളവനെ എല്ലാം പിടിച്ചിരുത്തുവോ? ഞങ്ങളുടെ ഒരു കൊച്ചമ്മ പണ്ട് പറഞ്ഞ ഭാഷ പറയുന്ന തെറ്റാ, എന്നാലും എടാ കണ്ടേ അണ്ടനെ അടകോടനെ ഒന്നും പിടിച്ച്. പിന്നെ വേറെ കുറച്ചുകൂടെ പറഞ്ഞത് ഞാൻ പറയണോ? ഇപ്പൊ പറയണമെന്നോ? തെറിയൊന്നുമല്ല. നിങ്ങൾ ഓർക്കുന്ന തെറിയാന്ന് ഓർത്താന്നോ? അണ്ടനും അടകോടനും പിന്നെ വട്ടേന്ന് വീണവനും വാവല് ചപ്പിയവനും. തേക്കേന്ന് വീഴുകയാണെങ്കിൽ പിന്നെ ഒരു ക്രെഡിറ്റ് ഉണ്ട്. പുള്ളി എവിടെ തേക്കേ കയറിയപ്പം വട്ടേന്ന് വീണാൽ. അപ്പൊ അങ്ങനെയുള്ളവനെ ഒന്നും പിടിച്ച് ദൈവം അടുത്തിരുത്തുകയല്ല. മോശയോട് ദൈവം പറയുകയാ, മോശേ ഇഞ്ഞു വാ, ഇഞ്ഞു വന്നേ, നീ അവിടെ നിന്ന് വന്ന് പർവ്വതത്തിൽ എൻ്റെ അടുക്കൽ. എന്തോ ഭാഗ്യമാണ് ദൈവത്തിന്റെ അടുക്കൽ ഇരിക്കാൻ. അതിനൊരു കാര്യമുണ്ട്. നമ്മളിപ്പോ കണ്ടിട്ട് ഞെട്ടുകൊന്നും വേണ്ട, അസൂയപ്പെടണ്ട. അതിനൊരു കാരണം പറയാം. പിടിച്ച് ഇഞ്ഞു വരാൻ പറഞ്ഞു, ഇവിടെ ഇരിക്കാൻ പറയാൻ കാരണം ഒറ്റോരുത്തനോട് ദൈവം അങ്ങനെ പറഞ്ഞിട്ടില്ല. കേൾക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്, അടുത്ത് വരാൻ പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങോട്ട് പോകാനൊക്കെ പറഞ്ഞു. പക്ഷെ എൻ്റെ അടുക്ക വന്നിരിക്കാൻ മോശയോട് മാത്രമേ പറഞ്ഞോളൂ. അവിടുത്തെ ആ സാന്നിധ്യവും മഹിമയും എന്തും വേണ്ടുണ്ട്. മഹിമ 12 ഇപ്പം വായിച്ചത്, അതിന്റെ 9 മുതൽ വായിച്ചേ. 9 മുതൽ ആ കണ്ണികയുടെ മുകള് മുതൽ. അനന്തരം മോശയും അഹരോനും നാദാബും അബീഹുവും ഇസ്രായേൽ മൂപ്പന്മാർ 70 പേരും കൂടെ കയറി ചെന്നു. കയറി അങ്ങോട്ട് ചെന്ന് ഇസ്രായേലിന്റെ ദൈവത്തെ അടുത്ത വാക്യം, അവന്റെ പാദങ്ങൾക്ക് കീഴെ നീലക്കല്ല് പടുത്ത തളം പോലെയും. അങ്ങനെയുള്ള സ്ഥലവാ. നീലക്കല്ല് പടുത്ത തളം പോലെയും ആകാശത്തിന്റെ സ്വച്ഛത പോലെയുമായിരുന്നു. അങ്ങനെ അന്തരീക്ഷം. സ്തോത്രം. നീലക്കല്ല് പടുത്ത തളം പോലെ കിടക്കുക. ദൈവം പറഞ്ഞു ഇനി കയറി വന്ന് എൻ്റെ അടുക്ക വന്നിരിക്കാൻ. അതിനൊരു കാരണം പറയാം. നമ്മുടെ വിഷയം അല്ലാത്തത് കൊണ്ടൊന്ന് സൂചിപ്പിച്ചങ്ങ് പോകാം. ഈ മോശയെ പറ്റി പഠിക്കുമ്പം ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ചു. ഒന്നുകൂടെ നിഷ്പക്ഷമായിട്ട് ആ ഭാഗമൊക്കെ പഠിച്ചാൽ, നിലവിലുള്ള ഫറവോൻ മരിച്ചാൽ ആ സ്ഥാനത്ത് അല്ലെങ്കിൽ ആ കസേരയിൽ, ആ സിംഹാസനത്തിൽ അടുത്തതായിട്ടിരിക്കേണ്ടത് മോശയാണ്. നമ്മുടെ സഭയിലെ കസേര പോലല്ല ഫറവോന്റെ കസേര. നിങ്ങൾ ഞായറാഴ്ച വന്നൊരു കസേര കയറിയിരിക്കുന്നത് പോലൊന്നുമല്ല. മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞ ഇന്നത്തെ അമേരിക്കൻ പ്രസിഡന്റിന്റെ കസേരയ്ക്ക് എന്തോ പദവിയുണ്ട്. ഇവിടെ ചില വാർഡ് മെമ്പറിന്റെ കസേരയ്ക്ക് തന്നെ പിന്നെ ഇവിടെ ഈ മെമ്പറെ കാണുമ്പോൾ, MLA കാണുമ്പോൾ, MP കാണുമ്പോൾ അന്നേരം ശുശ്രൂഷ എല്ലാം നിർത്തിച്ച് അവർക്ക് കൊടുക്കുകയല്ലേ? ഇല്ലേ?
തിരുമേശ ആരുടെ മേശ കൊണ്ടുപോടാ, MP ഇങ്ങോട്ട് കയറാൻ അല്ലെ MLA കയറാൻ പറയും. അവരെ ബഹുമാനിക്കരുതെന്നല്ല. MLA MLA, MP MP, മന്ത്രി മന്ത്രിയാ, മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാ, പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാ, അവർക്കുള്ള എല്ലാ പദവികളും ബഹുമാനവും കൊടുക്കണം. പക്ഷേ അവൻ ആത്മീക ശുശ്രൂഷ ചെയ്യുമ്പം അവരെയും എന്നെയും സകലത്തിനെയും സൃഷ്ടിച്ച സകലത്തിലും അവൻ ഭരണം നടത്തുന്ന രാജാതി രാജാവാ നമ്മുടെ നടുവിൽ. അന്നേരം സകല ശുശ്രൂഷ ഇട്ടേച്ച് അവർക്ക്, അന്നേരം സ്വോത്രം പറയാത്തവനും ആരാധിക്കാത്തവനെല്ലാം പുറകെ വരിക, കയറി വാലെ വാല കയറി വരുന്ന കാണാം. നമുക്കിതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. ആ കാര്യത്തിൽ ഞാൻ ബഹുമാനിക്കുന്നത് TPM കാരെയാ. നിങ്ങൾക്ക് ഇഷ്ടമല്ല, അവിടെ നിങ്ങളുടെ മുഖമല്ല അങ്ങ്. അവരുടെ ശുശ്രൂഷ ആരംഭിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് വന്നാൽ പറയും, അവിടെ ഇരിക്കാൻ പറയും, ഇത് ചുരുട് കഴിഞ്ഞ് തരാമെന്ന് പറയും. എടാ കണ്ടു പഠിക്ക് പോയി. ഉമ്മാ കുഴ തെറ്റിയവനെല്ലാം കൂടെ കടന്ന് അമേരിക്കൻ പ്രസിഡന്റ് വന്നാൽ, അല്ല പ്രസിഡന്റ് അങ്ങനെ കയറി ചെല്ലത്തുമില്ലല്ലോ. അല്ല അതുങ്ങളുടെ ഇരിപ്പ് കണ്ടാലും അങ്ങോട്ട് പെട്ടെന്ന് ചെല്ലാനും. നിങ്ങൾ കണ്ടിട്ടില്ലേ? വാന്ന് പറഞ്ഞാൽ പോലും എനക്കൊക്കെ അങ്ങനെ. ശുശ്രൂഷയ്ക്കാ പ്രാധാന്യം. രാജാതി രാജാവാ നമ്മുടെ നടുവിൽ. 2 3 പേർ അവിടുത്തെ നാമത്തിൽ കൂടി വന്നാൽ അവരുടെ നടുവിൽ നടകൊള്ളുന്നവനാ നസ്രായൻ. ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. മാറത്ത് പൊൻകച്ച കെട്ടുവനായി, ചുട്ടുപഴിപ്പിച്ച് വെള്ളോടിന് സദൃശമുള്ള പാദമുള്ളവനായി, 7 നക്ഷത്രം വലങ്കിൽ പിടിച്ച് നിലവിളക്കയുടെ നടുവിൽ നിലയങ്ക ധരിച്ച് നടകൊള്ളുന്നവൻ ഇന്ന് രാത്രിയും നമ്മുടെ നടുവിൽ നടകൊണ്ടോണ്ടിരിക്കുക. അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഇന്ന് രാത്രിയും ദൈവത്തെ മഹത്വപ്പെടുത്തുക. 7 പൊന്നില വിളക്കുകൾ നടുവിൽ നിലയങ്കി ധരിച്ചും 7 നക്ഷത്രം വലങ്കയിലും മാർവിൽ പൊൻകാച്ച പൂണ്ടും വായിലൊരു മുനവാളും പോലെ കണ്ണുമുള്ള മാനവ മകനെ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. കാലുകൾ ഉലകിൽ കാച്ചി പഠിപ്പിച്ച നല്ല പിച്ചളക്കൊത്തതും ചേലോടും മുഖഭാവമാദിത്യൻ. കാലുകൾ ഉലയിൽ കാച്ചി പഴുപ്പിച്ച നല്ല പിച്ചളക്കൊത്തതും ചേലോടും മുഖഭാവമാദിത്യൻ. യോടും പ്രകാശിക്കും പോലെയും നല്ല മുടി തവളപ്പഞ്ഞി പോലെ ഇരിക്കുന്ന പുത്രനെ സ്തുതിപ്പി സ്തുതിപ്പി യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പി സ്തുതിപ്പി യേശുദേവനെ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് രാത്രി എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന ഉന്നതനാകുന്ന മഹിമയുള്ള മഹത്വമുള്ള നസ്രായൻ നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. എന്തിന്? പാപത്തെ മോചിക്കുന്നവൻ, രോഗിയെ സൗഖ്യമാക്കുന്നവൻ. അവൻ സ്തോത്രം. അതേ നിരാശരെ രക്ഷപ്പെടുത്തുവാൻ, ഇന്ന് രാത്രി നിന്നെ രക്ഷിക്കുവാൻ വിടുവിക്കുവാൻ കഴിവുള്ള യേശു ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. അപ്പോൾ മോശെ, നിലവിലുള്ള പറവോൻ മരിച്ചാൽ ആ കസേര മോശയ്ക്കാ. ആ പറവോന്റെ സിംഹാസനം കിട്ടുക അത് ചെറിയ കേസൊന്നുമല്ല. നമ്മളൊരു കൗൺസിലിൽ കയറാൻ തന്നെ എത്ര പേരെ ചാക്കിട്ട് ചിലർ കാശ് കൊടുക്കുന്നു എന്ന് കേൾക്കുന്നു. കേട്ടിട്ടുണ്ടോ? ഞാനും കേൾക്കുന്നു. എനിക്ക് തന്നിട്ടില്ല. ഞങ്ങൾ വേറെ കേസ് പറഞ്ഞതാ. ദൈവത്തിന് മഹത്വം. ചാകുന്നതിന് മുന്നേ പ്രസിഡന്റിന്റെ കസേര, സെക്രട്ടറിയുടെ കസേര, സൂപ്രണ്ടിന്റെ കസേര, ഓവർസിയറുടെ കസേര, എടാ മുഴുവൻ കസേരയും തകർന്നു പോകുന്നതാ. ഒരൊറ്റ സിംഹാസനമേ ഇനി നിലനിൽക്കുമ്പോൾ. ദൈവത്തിന് മഹത്വം. എന്ത് സൂത്രപ്പണി കാണിച്ചാ ഓരോന്ന് തട്ടിയെടുക്കുന്നേ. കൂടെയുള്ളവനെ ചതിച്ച് വഞ്ചിച്ച് ആക്ഷേപിച്ച് ചെളി വാരി എറിഞ്ഞ് തൊടുത്ത് കുത്തി കാല് വാരി കുതികാല് വെട്ടി. എന്തിന്? ഇത് വല്ലതും നിലനിൽക്കുന്നതാണോ? അതിന് കാത്തിരിപ്പ് യോഗം വെച്ചാ വരത്തില്ല. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ അതിന് ദൈവം നിന്നെ ന്യായം വിധിക്കും. ഞാനാ ചെയ്യുന്നെങ്കിൽ എന്നെ ന്യായം വിധിക്കും. ദൈവത്തിന് മഹത്വം. അപ്പൊ ഒരു കസേര കിട്ടാനാ. മോശ ഈ കസേരയ്ക്ക് സൂത്രമൊന്നും ഒപ്പിച്ചില്ല.
മോശയുടെ വെളിപ്പാട് എനിക്കത് വേണ്ടെന്ന്. ഫറവോന്റെ പുത്രികയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് എന്നിട്ട് പറഞ്ഞു എനിക്ക് ദൈവജനത്തോടു കൂടെ അത് മതി, അത് മതി. ദൈവത്തിന് മഹത്വം. അല്ല, ഈ മാർഗത്തിൽ വന്ന ആക്ഷേപിക്കും കേട്ടോ. ഇപ്പൊ അങ്ങനെ വലിയ ആക്ഷേപമൊന്നുമില്ല, കാരണം അവർ നടക്കുന്ന പോലെ നമ്മളും നടക്കുന്നത്. അതുകൊണ്ട് ആക്ഷേപമൊന്നും അവർക്കും ഉണ്ട്, നമുക്കും ഉണ്ട്. അവരും ചെയ്തതെല്ലാം പിന്നെ എന്നെ ആക്ഷേപിക്കാനാ? ഒരു വ്യത്യാസമില്ല. അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ ആക്ഷേപമൊന്നും, സത്യം പറ, സത്യം പറ. പക്ഷെ പണ്ടങ്ങനല്ല. ഇതെല്ലാം ഊരിയേ സഹോദരന്മാരാണെങ്കിലും മീശയൊക്കെ വടിച്ചേ, വെള്ളവസ്ത്രമൊക്കെ ധരിച്ചേ, വേറെ പുസ്തകമൊക്കെ മാറോട് ചേർത്ത് പിടിച്ച് ഹല്ലേലൂയയും പ്രൈസലോടും പറയുമ്പോൾ ആക്ഷേപം വരും. ഇപ്പൊ ഇതൊന്നുമില്ലല്ലോ. ഊരുന്നുമില്ല, എടുക്കുന്നുമില്ല, കൊടുക്കുന്നുമില്ല, വേർപാടുമില്ല, പ്രമാണവുമില്ല, വേറെ പുസ്തകവുമില്ല, ഹല്ലേലൂയയുമില്ല. പിന്നെ ഇവിടെ തന്നെ ഞെരങ്ങി ആരാണ്ട് ഹല്ലേലൂയ. അതും പാട്ടുകാർ പറയും ഒരിക്കൽ കൂടെ ശക്തി. ഇവൻ ഇങ്ങനെ വില്ല് വളയും പോലെ വളയുക. ഏത് വാർത്താൻ പറയാന്? പിന്നെ പാട്ടുകാരനെ പാടി പാടി അതും കൂടെ ഊപ്പാട് വരിക. ഒരു പാട്ടെ തുടങ്ങി ഇല്ല റിലേ ഓടുന്നത് പോലെ കൊണ്ട് കൊടുത്ത് അതിന് റിലേ എന്തുവാ കമ്പ് കൊണ്ട് കൊടുത്ത ചോട് എന്നെ അതിന് പറത്ത് തെറ്റിയോ? ഒരു പാട്ട് പാടി അതിന്റെ വാലെ പിടിച്ച് അത് ഇങ്ങനെ അതുങ്ങളും കിടന്ന് കുഴയുക. ആര് ഹല്ലേലൂയ പറയാന്? ഇനി നമ്മളെല്ലാം ഒടുവിൽ ഒരു 3 ഹല്ലേലൂയായി ഇരിക്കുക തൂങ്ങി. അത് ഞാനിന്ന് പറയിപ്പിക്കാം. ദൈവത്തിന് മഹത്വം. മോശെ പറഞ്ഞ് എനിക്ക് ഈ കസേരയൊന്നും വേണ്ട, ഞാനിത് വലുതായിട്ടൊന്നും കണ്ടിട്ടില്ല. എല്ലാവരും മോശയോട് പറഞ്ഞു കാണും നീ അബദ്ധമൊന്നും കാണിക്കരുത്, ആ കസേരയിൽ ഇരുന്നോണ്ടാന്നേലും ദൈവത്തെ സേവിക്കുക. അങ്ങനല്ലേ ഇപ്പൊ നമ്മുടെ വ്യാഖ്യാനം. പിന്നെ മോശ പറഞ്ഞ് ആ കസേര ഇരുന്നോണ്ട് ഞാൻ സേവിക്കുന്നില്ല, എനിക്ക് ആ കസേര വേണ്ട, മിസ്രയീമിലെ നിക്ഷേപവും വേണ്ട, എനിക്ക് ക്രിസ്തുവിന്റെ നിന്ന മതി. എടുത്ത് വളർത്തി അമ്മ ചിലപ്പം പറഞ്ഞു കാണും കുഞ്ഞെ നീ അബദ്ധം ഒന്നും 40 വർഷമാടാ ഞാൻ നിനക്ക്. കൂട്ടുകാരുമൊക്കെ കാണും. പിന്നെ മിസ്രയീമരുടെ സകല ഞാനും അഭ്യസിച്ചു, അല്ലാതെ 10 കുസ്തിയൊന്നും അല്ല. മിസ്രയീമരുടെ അങ്ങനല്ലേ മോളെ വായിച്ച 22-ാം വാക്യം വായിച്ച അപ്പോസ്തല പ്രവൃത്തി 7:22 വായിച്ചേ. മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു. അടുത്തത് വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു. സകല ജ്ഞാനവും വിദ്യാഭ്യാസമുള്ള ആളാ. സ്തോത്രം. അല്ല ചുമ്മാ ഒരു പണിയില്ലാതെ മെനക്കേട് മോശമല്ല, നല്ല വിദ്യാഭ്യാസം. എനിക്ക് കസേര വേണ്ട, മിസ്രയീമിലെ നിക്ഷേപം വേണ്ട, നിക്ഷേപം അതും എനിക്ക് വേണ്ട, എനിക്ക് നിന്ന മതി. സ്തോത്രം. ഒത്തിരി പേര് കൂട്ടുകാരും ഒക്കെ പറഞ്ഞ കുഞ്ഞെ അബദ്ധം ഒന്നും കാണിക്കരുത്, വീട്ടുകാരും ഒക്കെ പറഞ്ഞു കാണും, മണ്ടത്തരം ഒന്നും എടുത്ത് ചാടരുത്, മോശം പറഞ്ഞതൊന്നും വേണ്ട. അങ്ങനെ ഇതെല്ലാം വിട്ടേച്ചായി ഇറങ്ങിയേ. സ്വർഗം വന്ന് കണ്ടു. ആ കസേര വിട്ട് ഇറങ്ങിയവനെ ദൈവം പറയാ ഇങ്ങ് വന്ന് എൻ്റെ അടുക്ക ഇരിക്കാൻ. നീ ആ കസേര വിട്ടപ്പോൾ പലരും നിന്നെ ആക്ഷേപിച്ചു, എന്തായി തീരൂ, എങ്ങനാകും എന്നൊക്കെ ചോദിച്ച് ആക്ഷേപിച്ചവർ കാണും. അതുകൊണ്ട് എല്ലാവരും കാണുക ഞാൻ നിന്നെ മാനിക്കാൻ പോകുകയാ. നീ ഇഞ്ഞ് കയറി വന്ന് പർവ്വതത്തിൽ എൻ്റെ അടുക്ക വന്നിരിക്കാൻ. ദൈവത്തിന് മഹത്വം. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി എന്തേലും ഉപേക്ഷിച്ചാൽ ത്യജിച്ചാൽ അതൊന്നും ദൈവം മറന്നു കളയത്തില്ല. ആക്ഷേപം സഹിച്ചാൽ അതൊന്നും ദൈവം മറന്നിട്ടില്ല. നിന്ന വഹിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അതൊന്നും മറന്നിട്ടില്ല. നീ പീഡകൾ ഏറ്റിട്ടുണ്ടെങ്കിൽ അതൊന്നും കർത്താവ് മറന്നിട്ടില്ല. തക്ക സമയം വരുമ്പോൾ അവൻ മാനിക്കുവാനും ആദരിക്കുവാനും ദൈവം വിശ്വസ്തനാ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം. അപ്പോൾ മോശ ദൈവത്തിന്റെ അടുക്കലോട്ട് കയറിപ്പോയി. അപ്പൊ പോകുന്നതിന് മുന്നേ മോശെ ഈ യോശുവയെ കൂടെ കൊണ്ടുപോയെന്ന മോശയുടെ കൂടെ പ്രമാണം വാങ്ങാൻ. അഹരോനും ഹൂരും ജ്യേഷ്ഠനും അളിയനും ആന്നാ പറയുന്നത്. അളിയനും ചേട്ടനും അഹരോനും ഹൂരും അവരെ രണ്ടുപേരെയും പാളയത്തിലാക്കി. എന്നിട്ട് ജനത്തിലെ മൂപ്പന്മാരോട് പറഞ്ഞു പിന്നെ ഞങ്ങൾ രണ്ടും കൂടെ മേളിലോട്ട് പോവുക, ഇവർ രണ്ടുപേരും ഇവിടെ ഉണ്ട്,
ആർക്കെങ്കിലും വല്ല കാര്യം ഉണ്ടായാൽ അവരുടെ അടുക്ക ചെല്ലണം. ആ 12 മുതൽ താഴോട്ട് വായിച്ചേ. പിന്നെ യഹോവ മോശയോട്, നീ എന്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി വന്ന് ഇവിടെ ഇരിക്കണം. പിന്നെ ഞാൻ നിനക്ക് കൽപ്പനകളും നീ അവരെ ഉപദേശിക്കേണ്ടതിന് ഞാൻ എഴുതിയ ന്യായപ്രമാണവും കൽപ്പനകളും തരുമെന്ന് അരുളി. അടുത്ത വാക്യം. അങ്ങനെ മോശയും അവന്റെ ശുശ്രൂഷക്കാരനാകുന്ന യോശുവയും എഴുന്നേറ്റു. ദൈവത്തിന്റെ പർവ്വതത്തിൽ കയറി. മോശെ ദൈവത്തിന്റെ പർവ്വതത്തിൽ കയറി. അടുത്തത് അവൻ മൂപ്പന്മാരോട്, അപ്പോൾ നിൽക്കുന്ന മൂപ്പന്മാരോട് മോശെ പറയുകയാണ്, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ ഞാനും യോശുവയും ബഹുവചനം ഞാനും യോശുവയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുവോളം. ഇപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവുക, ഞങ്ങൾ തിരിച്ചു വരും, മടങ്ങി വരും, ഇവിടെ താമസിക്കും. ഞങ്ങൾ മടങ്ങി വരുവോളം നിങ്ങൾ എല്ലാരും ഇവിടെ കാണും. അടുത്തത്. അഹരോനും ഹൂരും നിങ്ങളോട് കൂടെ ഉണ്ട്. അഹരോനും ഹൂരും ചേട്ടനും അളിയനും ഇവിടെ ഉണ്ട്. അടുത്തത്. ആർക്കെങ്കിലും വല്ല കാര്യവും നിങ്ങളിൽ ആർക്കെങ്കിലും വല്ല കാര്യവും ഉണ്ടായാലെന്ന് പറഞ്ഞെങ്കിൽ ഉണ്ടാകും. ഇവന്മാര് കാര്യം ഉണ്ടാക്കും. ഒരു ദിവസത്തെ കൺവെൻഷൻ ആണെന്നാലും എന്തേലും കുരുക്ക് പിന്നെ ഉണ്ടാകും. ഏതെങ്കിലും ഒരുത്തന്റെ മേ ഭൂതം കയറും. ഞെട്ടിയിരിക്കുകയാണോ അതോ ഗ്രഹിച്ചിരുന്നതാണോ ഇനി ഉണ്ടാകാൻ പോകുന്ന സംഭവം എന്താണെന്ന് ചിന്തിച്ച് പണ്ടൊരു വല്യപ്പൻ ഒരു സ്ഥലത്ത് ചെന്നപ്പം ചേമ്പ് പുഴുങ്ങിയത് കൊടുത്തു. പെട്ടെന്നെടുത്ത് കഴിച്ചപ്പം ചേമ്പ് പുഴുങ്ങിയതല്ലേ, തൊണ്ടയിൽ പറ്റിപ്പിടിച്ചു, പൊള്ളി. ഇങ്ങനെ ഇരുന്നപ്പം കൊച്ചമ്മ ചോദിച്ചു, എന്നാടാ ജോർജ് ഇങ്ങനെ ഇരിക്കുന്നേ? ചേമ്പ് തൊണ്ടയിലിരിക്കുക, പൊള്ളി. അത് പറയാൻ പറ്റുമോ? വെപ്രാളത്തിന് കഴിച്ചപ്പോൾ ചേമ്പ് തൊണ്ടയിൽ പൊള്ളിയെന്ന്. പുള്ളി ബുദ്ധിമാനാ. പുള്ളി പറഞ്ഞു, വീട്ടുകാരെത്തിയും പിള്ളേരെ ഓർത്തതാണ്. ഉടനെ കൊച്ചം പറഞ്ഞ് പോകാൻ നേരത്തെ ഇച്ചിരി അവരെ കൂടെ കൊണ്ടുപോകാൻ. അങ്ങനെ ഓർത്തതല്ലല്ലോ. അതറിഞ്ഞാൽ മതി. ദൈവത്തിന്റെ മഹത്വം. ആർക്കെങ്കിലും വല്ല കാര്യവും ഉണ്ടായാൽ അവൻ അവരുടെ അടുക്കൽ ചെല്ലണം. അങ്ങനെയുള്ളവർ അവരുടെ അടുക്കൽ ചെല്ലണം. അഹരോന്റെ ഹൂരിന്റെ അടുക്കൽ ചെല്ലണം. ഇത് പറഞ്ഞ് ചുമതലപ്പെടുത്തിയ മോശയും യോശുവയും പർവ്വതത്തിൽ പോയത്. എന്തിനേറെ പർവ്വതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം അങ്ങോട്ട് ഇറങ്ങി. ദൈവത്തിന്റെ മകത്ത് നമ്മൾ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ അത് വായിക്കുന്നുണ്ടല്ലോ. ആ മേഘതമസ് കൂരിരുട്ട് കാഹളം വായിച്ചേ ആ 12-ാം അധ്യായത്തിൽ സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ് കൂരിരുട്ട് കൊടുങ്കാറ്റ് കാഹളനാദം വാക്കുകളുടെ ശബ്ദം. അപ്പൊ ശ്രദ്ധിച്ചേ, ആ മേഘത്തിൽ പർവ്വതത്തിന്റെ ശൃംഗങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി. പർവ്വതം മുട്ടാടിനെ പോലെ ഉള്ളിയെന്നും ഒരു വാക്യമുണ്ട്. ദൈവത്തിന്റെ തേജസ് പർവ്വതത്തിന്റെ കൊടുമുടിയിൽ ഇങ്ങനെ ഇറങ്ങി. മോശ ആ പർവ്വതത്തിന്റെ മുകളിൽ ദൈവത്തോട് കൂടെ ഇരിക്കുക 40 ദിവസം, രാവും പകലും. ഒന്നും കഴിക്കുന്നുമില്ല, ഒന്നും കുടിക്കുന്നുമില്ല. മോശ എത്ര വട്ടമാണ് 40 ഇരുന്നത്? മോശെ 40 എത്ര വട്ടം ഇരുന്നെന്ന്? പുള്ളിക്ക് എത്ര വട്ടം വേണേലും ഇരിക്കാവല്ലോ. ചോദ്യം ഇട്ടെന്നേ ഉള്ളു. പോകുന്നതിനും അകം ആൻസർ തന്നാൽ മതി. കറക്റ്റ് ആൻസർ വാക്യത്തെളിവോടെ തരുന്നവർക്ക് ഒരു സമ്മാനമുണ്ട്. വാക്യത്തെളിവ് തരണം, കറക്റ്റ് ആൻസർ. സമ്മാനമെന്ന് കേട്ടപ്പോൾ അവനൊരു ഇളക്കം. നീ വാക്യം തന്നെങ്കിലേ തരുവുള്ളൂ. സമ്മാനമെന്ന് കേൾക്കാൻ മേല. അപ്പൊ ശ്രദ്ധിക്കുക, മോശയെ പർവ്വതത്തിൽ കയറി ഇരിക്കുക ദൈവസന്നിധിയിലെ. ദൈവത്തിന് മഹത്വം. യോശുവ പർവ്വതത്തിലുണ്ട്, മോശയുടെ അടുക്കലല്ല, പ്രത്യേക സ്ഥലത്താണ്. അഹരോനെ കൂടിനെ ചുമതലപ്പെടുത്തി. ഇസ്രായേൽ മക്കൾ മൂപ്പന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ ഞാൻ പോയിട്ട് വരുന്നതിനകം എന്തെങ്കിലും കാര്യമുണ്ടായാൽ നിങ്ങൾ ബഹളം ഉണ്ടാക്കരുത്. അഹരോന്റെ ഹൂറിന്റെ അടുക്കൽ ചെല്ലണം, അവർ പരിഹരിക്കും. പക്ഷേ മോശ പർവ്വതത്തിൽ കയറി പോയി കാണുന്നില്ല, അറിയുന്നില്ല. ഇന്നത്തെ പോലെ മൊബൈൽ സംവിധാനമൊന്നും ഇല്ലല്ലോ. ജനത്തിനിടെ അപശബ്ദവും കുശുകുശുപ്പും. ജനമെല്ലാം കൂടെ വന്ന് അഹരോനോടും കൂടിനോടും വന്ന് പറഞ്ഞു, സ്തോത്രം എന്ത് ചെയ്യാന്ന് ചോദിച്ചു. അവർ പറഞ്ഞു മേളിലുണ്ടെന്ന് പറഞ്ഞു. വിളിച്ചോന്ന് ചോദിച്ചു. മെസ്സേജ് വല്ലതും വിട്ടോ? വാട്സപ്പിനകത്ത് അതിന് റേഞ്ച് ഇല്ലേ? ഇതൊക്കെയല്ലേ ഇപ്പൊ ചോദിക്കുന്നേ.
അതറിയത്തില്ല. ഒരുത്തൻ ചോദിച്ചു പുള്ളി ഉണ്ടോ? അപ്പൊ അഹരോൻ പറഞ്ഞ ആളുണ്ട്. എങ്ങനെ അറിയാം? ഇടയ്ക്കിടയ്ക്ക് കുടുങ്ങുന്നുണ്ട്, പുകയും പൊങ്ങുന്നുണ്ടെന്ന്. പർവ്വതം ഇടയ്ക്കിടയ്ക്കൊന്ന് കുടുങ്ങും. നമ്മുടെ ആൾക്കാർ അങ്ങനെ ഇരിക്കുമ്പോൾ ക്ലോറിന്ന് വെക്കുന്ന കണ്ടിട്ടില്ലേ? എപ്പോഴും ഇല്ല, ഇടയ്ക്കൊരു ഞെട്ടല്. അപ്പൊ അവർക്ക് ഒരാശ്വാസം വിട്ടുപോയിട്ടില്ലല്ലോ ഒന്ന്. ഇടയ്ക്കിടയ്ക്ക് ഒരു കുടുക്കവും ഒരു പുകയും. അപ്പൊ അഹരോൻ പറഞ്ഞ ആളുണ്ട്. ചോദിച്ചു വരുമോന്ന് ചോദിച്ചു. വരുമെന്നും പറഞ്ഞാ പോയത്. എപ്പോ വരും അറിയത്തില്ല. അപ്പൊ ജനം പറഞ്ഞൊരു കാര്യം ചെയ്യ്, ഞങ്ങൾ മുമ്പോട്ട് പോകണമെങ്കിൽ ഞങ്ങളുടെ മുമ്പിൽ നടക്കാൻ ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണം. ഒരു ദൈവത്തെ ഉണ്ടാക്കണം. ദൈവത്തിന് മഹത്വം. ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണം. അഹരോൻ പറഞ്ഞു, അയ്യോ അങ്ങനെ നമുക്ക് അങ്ങനെ ദൈവത്തെ ഉണ്ടാക്കാനൊന്നും, ദൈവത്തെ ആരും ഒരു നാളും ഒരുത്തരും കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ ഉണ്ടാക്കുന്നേ? ആവർത്തന പുസ്തകത്തിലും പുറപ്പാട് പുസ്തകത്തിലും ലേവ്യ പുസ്തകത്തിൽ കർക്കശ ഉപദേശം പറഞ്ഞു. ആണിന്റെ രൂപമുണ്ടാക്കരുത്, പെണ്ണിന്റെ രൂപമുണ്ടാക്കരുത്, അമ്മയുടെ രൂപമുണ്ടാക്കരുത്, അപ്പന്റെ രൂപമുണ്ടാക്കരുത്. അമ്മയപ്പനെന്നില്ലെങ്കിലും ആണും പെണ്ണുമാ. സ്തോത്രം. ഒന്നും പാടില്ല. കരയിലുള്ള യാതൊരു ഇടജാതിയുടെയും രൂപം, അമ്മയുടെ രൂപം ഒന്നും ഉണ്ടാക്കി അവിടെ ഇവിടെ വെക്കരുതെന്ന്. എന്നിട്ട് പറയാ, എന്റെ അമ്മയെ ഞങ്ങളെ രക്ഷിക്കാൻ. ഏതമ്മ? എടാ, രക്ഷിക്കുന്നവൻ ദൈവമാ. അമ്മയെ ബഹുമാനിക്കണം, അപ്പനെ ബഹുമാനിക്കണം. പക്ഷെ ആരാധനയ്ക്ക് യോഗ്യൻ യേശു ക്രിസ്തുവാ. അപ്പനെ അമ്മയെ ബഹുമാനിക്കണം. അങ്ങനെ ആ പുസ്തകം പഠിപ്പിക്കുന്നത്. അപ്പനെ അമ്മയെ ആരാധിക്കരുത്, അപ്പനെ അമ്മയെ ബഹുമാനിക്കണം. അങ്ങനല്ലയോ പുസ്തകം? നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാൻ നിന്റെ അപ്പനെ അമ്മയെ ബഹുമാനിക്കണം, ആരാധിക്കരുത്. ആരാധനയ്ക്ക് യോഗ്യൻ ദൈവമാ. ദൈവത്തിന്റെ മഹത്വം. അപ്പനെ അമ്മയെ ആരാധിക്കരുത്, അവരെ ബഹുമാനിക്കണം. അപ്പനെ അമ്മയും ശുശ്രൂഷിക്കണം. ഈ മാതാപിതാക്കളെ ശുശ്രൂഷിക്കാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത ധാരാളം ആൾക്കാരുണ്ട്. ഞാൻ മിക്ക മരണ വീട്ടിലുമൊക്കെ അവസരം കിട്ടുമ്പോൾ പറയും, മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ടതല്ല ചെയ്യണം. കത്ത് കഴിയുമ്പം എനിക്ക് ഒരുത്തനെയും വിശ്വാസമില്ല. മൂക്കി ശ്വാസമുള്ള ഒരുത്തനെ എനിക്ക് ഭൂമിയില് എനിക്ക് വിശ്വാസമില്ല. എന്നാ പോട്ടെന്നോ. ആണിന്റെ രൂപമുണ്ടാക്കരുത്, പെണ്ണിന്റെ രൂപമുണ്ടാക്കരുത്. വേറെ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയേക്കുന്നേ. ഭൂമിയിൽ എഴയുന്ന ഒരെഴജന്തുവിന്റെ നീർക്കോലിയുടെ ഉണ്ടാക്കി വെക്കരുത്. കുട്ടനാട്ടിലുണ്ട് കട്ടപ്പുളകൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കട്ടപ്പുളകൻ. രാജവെമ്പാലയും പാടില്ല. പുസ്തകത്തിൽ അങ്ങനെ ആ വാക്യം. ഒന്നും പാടില്ലെന്ന്. ദൈവത്തിന് മഹത്വം. പറവജാതികളുടെ ഒന്നും പാടില്ല. പരുന്ത്, ഗരുഡൻ, കഴുകൻ, കുരുകില്, കുയില്, മയില്, ഇതൊന്നിന്റെ പാടില്ലെന്ന പുസ്തകത്തിൽ വാക്യം. വേറെ പുസ്തകത്തില്ലേ? വായിച്ചോ. അതുകൊണ്ട് നിങ്ങൾ ആണിന്റെ എങ്കിലും അത് ആവർത്തന പുസ്തകമല്ലയോ? എത്ര വാക്യമാ പാസ്റ്ററെ? 4:13 മുതലാണോ? 15 മുതൽ വായിച്ചോ. നിങ്ങൾ നന്നായി സൂക്ഷിച്ചുകൊള്ളുവീൻ. നിങ്ങളെ നന്നായി സൂക്ഷിച്ചുകൊള്ളുവീൻ. യഹോവ ഹോരേബിൽ തീയുടെ നടുവിൽ നിന്ന് നിന്നുകൊണ്ട് നിങ്ങളോട് അരുളി ചെയ്തത് എന്തെന്നാൽ കേൾക്കണേ ശ്രദ്ധിക്കണേ. ഹോരേബിൽ തീയുടെ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങളോട് അരുളി ചെയ്തത് കേൾക്കണേ വായിക്കണേ. അരുളി ചെയ്ത നാളിൽ നിങ്ങൾ രൂപമൊന്നും കണ്ടില്ലല്ലോ. രൂപം ഒന്നും
കണ്ടില്ലല്ലോ. പിന്നെ അതുകൊണ്ട് നിങ്ങൾ ആണിന്റെ എങ്കിലും, അതുകൊണ്ട് കൈപ്പട്ടൂരുകാരെ, നിങ്ങൾ ആണിന്റെ എങ്കിലും പെണ്ണിന്റെ എങ്കിലും സാദൃശ്യമോ ഭൂമിയിലുള്ള യാതൊരു മൃഗത്തിന്റെയോ മാനാകട്ടെ, അവൻ സ്തോത്രം, പട്ടിയാകട്ടെ, പന്നിയാകട്ടെ, കാളയാകട്ടെ, പോത്താകട്ടെ, ഒന്നിന്റെയും എന്നെ എല്ലാരും ഇങ്ങനെ പൊട്ടമാടത്തെ ഇരിക്കും പോലെ ഇരിക്കുന്നത്. ഇത് വേറെ പുസ്തകത്തിലെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ ചിന്തിക്കുന്ന ഇയാൾ ഇന്ന് തല്ല് മേടിച്ചാ തന്നെ തല്ല് കൊള്ളുക, ഊടുപാട് കൊള്ളും. ഞാൻ വേറെ പുസ്തകത്തിൽ നിന്നല്ലേ വായിപ്പിക്കുന്നത്. ഞാൻ കാവാലത്തിൽ നിന്ന് എഴുതിക്കൊണ്ട് വന്നതാണോ? നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഞാൻ പുള്ളി കാവാലത്തിൽ നിന്ന് വൈകുന്നേരം കണ്ട് എഴുതിക്കൊണ്ട് വന്ന. എടാ പൊട്ടാ, പുസ്തകത്തിൽ നിന്നാ വായിപ്പിക്കുന്നത്. വായിച്ചു പാസ്റ്റേ, കേക്കട്ടെ കൈപ്പിട്ട ഒരു കാര്യം കേക്കട്ടെ, വായിക്ക്. നിങ്ങൾ ആണിന്റെ എങ്കിലും പെണ്ണിന്റെ പെണ്ണിന്റെയെങ്കിലും സാദൃശ്യമോ ഒരു സാദൃശ്യമോ ഭൂമിയിലുള്ള യാതൊരു മൃഗത്തിന്റെ സാദൃശ്യമാകട്ടെ, കാളയാകട്ടെ, ഋഷഭമാകട്ടെ, മഹിഷമാകട്ടെ, തുരകകരമായ വൃഷഭാദി എന്ന തുരകം എന്നെ ആട്ടുകാണോ? തുരകം കുതിര, കരം കഴുത. എടാ, കുതിരയുടെ യാന്നേലും കഴുതയുടെ യാന്നേലും സാദൃശ്യം പാടില്ല. തുരകകരമായ വൃഷഭാദിയാൽ കരം കഴുത, മയം ഒട്ടകം, ഋഷഭം കാള, മഹിഷം. ഉറക്കെ പറ. മഹിഷം, പോത്തനല്ല, പോത്തന്റെ കുഴപ്പമില്ല, അവിടെ ഇരിക്കട്ടെ. ഒരു മൃഗത്തിന്റെയും ഒന്നുകൂടെ വായിച്ചേ. ആണിന്റെയെങ്കിലും പെണ്ണിനെങ്കിലും സാദൃശ്യമോ ഭൂമിയിലുള്ള യാതൊരു മൃഗത്തിന്റെ സാദൃശ്യമോ ആകാശത്ത് പറക്കുന്ന യാതൊരു പക്ഷിയുടെയും സാദൃശ്യമോ കുരുകിലിൻ്റെതാകട്ടെ, മയിലിൻ്റെതാകട്ടെ, ഗരുഡനാകട്ടെ, പറവയാകട്ടെ, ഒന്നിന്റെ സാദൃശ്യമോ ഭൂമിയിലുള്ള യാതൊരു ഇഴജാതിയുടെ ഒരു ഇഴജാതി, പൊളകനാകട്ടെ, നീർക്കോലിയാകട്ടെ, ചേരയാകട്ടെ, ചേനത്തണ്ടനാകട്ടെ, ഒന്നിന്റെയും. അടുത്ത വായിര്. ഭൂമിക്ക് കീഴെ വെള്ളത്തിലുള്ള യാതൊരു മത്സ്യത്തിന്റെയും, വെള്ളത്തിൽ ചൂട എന്ന് പറയുന്നൊരു മീനുണ്ട്. ഇപ്പൊ ആർക്കും നെന്മീൻ മതി, കിങ് ഫിഷ്. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, തെറ്റിയോ ജയ്സ? ഒരു മത്സ്യത്തിന്റെയും സാദൃശ്യമോ ഇങ്ങനെ യാതൊന്നിന്റെയും പ്രതിമയായ വിഗ്രഹമുണ്ടാക്കരുത്. യാതൊന്നിന്റെയും പ്രതിമയായ വിഗ്രഹമുണ്ടാക്കി വഷളത്വം പ്രവർത്തിക്കരുത്. ഒരു മൃഗത്തിന്റെ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞപ്പം മൂരിക്കാളയുടെ ഉണ്ടാക്കുക. ഒരു മൃഗത്തിന്റെയും ഉണ്ടാക്കരുത്. അന്നേരം ആദ്യത്തെ മഹാപുരോഗമൻ അടിച്ചു വരുത്തി മൂരിക്കാളെ. വിടുമോ ദൈവം? ഒരു മൃഗത്തിന്റെ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ഈ പ്രസംഗിക്കുന്ന വേറെ പുസ്തകത്തെ അടിസ്ഥാനമാക്കിയ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് യോജിച്ചാ മതി. ഇതിങ്ങനെ തന്നെ, അതിന് ഒരു മാറ്റവും ഇല്ല. നീ ഇഷ്ടപ്പെട്ടാലും കൊള്ളാം, ഇഷ്ടപ്പെട്ടില്ലേലും കൊള്ളാം, നീ യോജിച്ചാലും കൊള്ളാം, നീ യോജിച്ചില്ലേലും കൊള്ളാം. നീ ഇങ്ങനെ പോട്ടെ, ഞാനൊന്നും പറയുന്നില്ല. പുസ്തകത്തിൽ ഇത് അത് തന്നെ പ്രമാണം. ഇതിന് ഒരു അയവുമില്ല. അചലത്വം ഉണ്ടാക്കരുത്. ഇങ്ങനെ ദൈവം കർക്കശമായി പ്രമാണം കൊടുക്കുക മുകളിൽ. അന്നേരം താഴെ പറയാ ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കി തരാൻ. അവരോട് ചോദിച്ചു, ഞാനിവിടെ ചെന്ന് ദൈവത്തെ ഉണ്ടാക്കാനാ? പെട്ടെന്ന് പറയണം ഉണ്ടാക്കി തല്ലേ, ആളെല്ലാം കൂടെ പോകുമെന്ന്. അവരോടനെ നോക്കിയപ്പോ പെണ്ണുങ്ങളെല്ലാം കുണുക്കുമായിട്ടിരിക്കുക. പിണ്ടിച്ചൈനും ജലജമാലയും മടത്തുള്ളിക്കമ്പലും കാശുമാലയും മുഴുക്കാപ്പും അരക്കാപ്പും. അവരോ പറഞ്ഞൊരു കാര്യം ചെയ്യുക, ആ പെണ്ണുങ്ങളും കൊച്ചുങ്ങളും എല്ലാം കൂടെ അത് കുണുക്കെല്ലാം കൂടെ ഊരിക്കൊണ്ട് വരാൻ. പെണ്ണുങ്ങളെല്ലാം അത് ഊരിയല്ലോ, അത് വലിയ കാര്യം. ആരാധിക്കാൻ വേണ്ടിയാ ഊരിയത്. ചെല്ലു പറഞ്ഞ അങ്ങനെ ഊരിയിട്ടുള്ള ആരാധന ഇപ്പൊ ഉപദേശമാരും എല്ലാം അതാ പഠിപ്പിക്കുന്നത്. ഊരണ്ടവർക്ക് ഊരണ്ടാത്തവർക്ക് അങ്ങനല്ലേ ഇപ്പൊ പഠിപ്പിക്കുന്നേ. ആസ് യു ലൈക്ക്. ഒരു ഇംഗ്ലീഷ് ഇരിക്കുക. ഇംഗ്ലീഷ് തെറ്റിയോ പറ.
ഇവിടെ നിങ്ങൾ പറ, തെറ്റിയോ? നിങ്ങൾ പിന്നെ ചിരിച്ചേ, സന്തോഷം കൊണ്ട് ചിരിച്ചതാ. എന്നാ കുഴപ്പമില്ല. ഇടേണ്ടവർക്ക് ഇടാ, ഇടാത്തവർക്ക് ഇവത്തങ്ങൾ ഇതെല്ലാം ഊരിക്കൊണ്ട് അഹരോന്റെ കയ്യിൽ കൊടുത്തു. അഹരോൻ അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി. മുങ്ങിയില്ല, വാങ്ങിയെന്നേ ഉള്ളൂ. വാങ്ങി, അങ്ങനല്ലേ? വാങ്ങി. വായിച്ചേ സഹോദരി, വായിച്ചേ. വാങ്ങി. മുങ്ങിയെന്നുണ്ടോ? ഇല്ല. ഇന്നത്തെ അഹരോൻ എല്ലാം വാങ്ങി മുങ്ങി. ഡോക്ടർ റവറൻ ആരോൻ വാങ്ങി. എത്ര അഹരോന്മാര്, സ്തോത്രം. പിന്നെ ഇന്നത്തെ അഹരോൻ വാങ്ങി മുങ്ങി ഒരു 10 കൊല്ലം കഴിയുമ്പോൾ പിന്നെ ഡോക്ടർ റവറന്റെ ആരോനായിട്ട് വരും. അങ്ങനെ ഉണ്ട്. നിങ്ങളുടെ അറിവിൽ? എന്റെ അറിവിലുണ്ട്, ഞാൻ പേര് പറയുന്നില്ല ഇപ്പം. ദൈവത്തിന് മഹത്വം. ഇവിടെ ആരോൻ അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി. വാങ്ങി ഒരു കൊത്തുളി കൊണ്ട് ഭാഷ എന്ന് പറഞ്ഞാൽ ഷെയ്പ്പ്, രൂപം. ഒരു രൂപം ഉണ്ടാക്കരുതെന്നാ പ്രമാണം. അവൻ കൊത്തുള്ളി. അപ്പം ഈ കൊത്തുള്ളി എനിക്ക് വന്ന് അവിടെ നിന്ന് കൊണ്ടുപോകുന്നെന്നാ തോന്നുന്നത്. അല്ലെ മരുഭൂമിയിൽ ഇവിടെ കൊത്തുള്ളി ഏണിനിരിപ്പോണ്ടായിരുന്നെന്ന് കൊത്തുള്ളി. ഇടയ്ക്ക് അവസരം വരുമ്പം ഒരുമാതിരിപ്പെട്ടവനെല്ലാം കൊത്തുള്ളിയായിട്ടാ വന്നിരിക്കുന്നത്. അവസരം കിട്ടുമ്പോൾ ഇവനെടുത്ത് കൊത്തും. കമ്മിറ്റിയിൽ ഒരു കൊത്തി, കൗൺസിൽ കയറിയപ്പോൾ 3-4 കൊത്തി, പിന്നെ ഒന്നിച്ചു കൂടിയപ്പോൾ സെന്ററിന്റെ യോഗം കൂടിയപ്പോൾ ഒരു കൊത്തുള്ളി. ദൈവത്തിന് മഹത്വം. അല്ല, അവിടുന്ന് പോന്നപ്പോ ഇതെല്ലാം ആയിട്ടാ പോന്നെ. സാറ് കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. പെട്ടികൾ മേജകൾ കട്ടിൽ ശിശു തൊട്ടിലരികിടും പുട്ടിൽ. അവിടുന്ന് പോന്നപ്പോഴേ ഒന്നും കളഞ്ഞില്ല. പെട്ടികൾ മേജകൾ കട്ടിൽ ശിശു തൊട്ടിലരികിടും പുട്ടിൽ. പെട്ടികൾ മേജകൾ കട്ടിൽ ശിശു തൊട്ടിലരികിടും പുട്ടിൽ. ചട്ടിമരം കലങ്കോട്ട നല്ല ചട്ടുറ്റ വട്ടികൾ ചട്ട. ചട്ടിമരം കലങ്കോട്ട നല്ല ചട്ടുറ്റ ചേട്ടകൾ കോട്ട. വെട്ടിമരം കല്ലൻ ചാട്ടി നല്ല ചട്ടുറ്റ കോട്ടകൾ വട്ടി. അട്ടിയടുക്കി ശകേത നിന്റെ തട്ടു തകരുമെന്നോണം. അട്ടിയടുക്കി ശകേത നിന്റെ തട്ടു തകരുമെന്നോണം. അപ്പൊ ശ്രദ്ധിക്കുക, പാടാൻ നേരമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങ് അടങ്ങുക. ചുരുക്കി പറഞ്ഞാൽ ഈ കൊത്തുളി കൊണ്ട് ഭാഷ വരുത്തി ലക്ഷണമൊത്തൊരു കാളക്കുട്ടി ഉണ്ടാക്കി അങ്ങോട്ട് മുമ്പിൽ കൊണ്ട് പ്രതിഷ്ഠിച്ചു. 4 കാലും ലക്ഷണമൊത്തൊരു വാലും 2 കൊമ്പും പിന്നെ 2 ചെവി. പിന്നെ മതിയടാ മതി, നീ വേറെ ഒക്കെ കയറി പറയും. നിന്റെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. മൂപ്പ പൊന്നച്ചാൻ്റെ കൊച്ചോൻ വല്ലതും ആണോ? അവനെ ഏതാ? അവൻ പറയും, എനിക്കറിയാം, മിടുക്കനാ. ദൈവം നിന്നെ എൻ്റെ കേട്ടെ. ദൈവത്തിൻ്റെ മഹത്വം. അപ്പൊ ലക്ഷണമൊത്തൊരു കാളക്കുട്ടിയെ വാർത്തങ്ങോട്ട് സ്തോത്രം. ഞാൻ പണ്ട് ഒരു നാടൻ പാട്ട് എഴുതി ഈ കോവിഡിൻ്റെ സമയത്ത്. വെറുതെ ഇരിക്കുകയല്ലയോ, വെളിയിലിറങ്ങാൻ മേല. അപ്പോൾ ഈ പുറപ്പാട് പുസ്തകം 32 ഞാൻ വായിച്ചപ്പം കാളതുള്ളല. അപ്പം എന്ന മട്ട്, നിങ്ങൾ പാട്ടിൻ്റെ തലക്കെട്ട് എന്ന ആ മട്ടില് 32 ആസ്പദമാക്കി കുറച്ച് എഴുതി. ഒരു വരി പാടിക്കോട്ടെ. പിന്നെ ആവശ്യമില്ലാത്ത പറയരുത്. മോജയ കണ്ണഞ്ഞ് കാളയ തീർത്തേ തകതിന്തോന്തയ്യാര. മോജയ കണ്ണഞ്ഞു കാളയ തീർത്തേ തകതിന്തോന്തയ്യാര. മോജയ കണ്ണഞ്ഞ് കാളയ തീർത്തേ തകതിന്തോന്തയ്യാര. മോജയ കണ്ണഞ്ഞു കാളയ തീർത്തേ തകതിന്തോന്തയ്യാര.
പൊന്ന ചങ്കാല് തകതിന്തോന്തയ്യാര പൊൻകുണുക്കാൽ തീർത്ത പൊന്ന ചങ്കാല് തകതിന്തോന്തയ്യാര പൊൻകുണുക്കാൽ തീർത്ത പൊന്ന ചങ്കാല് തകതിന്തോന്തയ്യാര. കൂത്തും കുടിയും കുരവ തുടങ്ങി തകതിന്തോന്തയ്യാര കൂത്തും കുരവ കുടിയും തുടങ്ങി തകതിന്തോ. പാടാൻ നേരമില്ല. അപ്പൊ ഈ കുണുക്കെടുത്ത് അഹരോന്റെ കൈ കൊടുത്ത് അഹരോൻ അത് വാങ്ങി ഒരു കൊത്തുള്ളി കൊണ്ട് ഭാഷ വരുത്തി ലക്ഷണമൊത്തൊരു കാളക്കുട്ടി ഉണ്ടാക്കിയിട്ട് ഇവന്മാരെല്ലാം കൂടെ ചേർന്ന് പറയുകയാ, കാളയെ കണ്ടോണ്ട് പറയുകയാ, ഇസ്രായേലേ ഇത് അങ്ങനല്ലേ വായിച്ചേ, ഇത് നിന്നെ ഇസ്രായേലേ ഇത് നിന്നെ മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു. എങ്ങനെയുണ്ട്? കാളെ ചൂണ്ടിക്കോണ്ട. സങ്കീർത്തനക്കാരനും പുതിയ നിയമത്തിലൊക്കെ കൊടുത്തിരിക്കുന്ന പ്രയോഗം മകത്തുവാനായ ദൈവത്തെ പുല്ല് തിന്നുന്ന കാളയോട് സാദൃശ്യമാക്കി കളഞ്ഞു. ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. അവിടുന്ന് മഹത്വമുള്ളവനാ, അവിടുന്ന് മഹിമയുള്ളവനാ, അവിടുന്ന് മാത്രമാ ഉന്നതൻ. ആമേൻ, സ്തോത്രം. അവിടുന്ന് മാത്രമാ യോഗ്യൻ. ആരാധനയ്ക്കും സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും പുകഴ്ചയ്ക്കും ആമേൻ എല്ലാം യോഗ്യനായിട്ട് ഒരുവൻ മാത്രമേ ഉള്ളൂ. കുഞ്ഞാട്, നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്തിരിക്കുക. നീ സ്തുതിക്കും ബഹുമാനത്തിനും പുകഴ്ചയ്ക്കും ആരാധനയ്ക്ക് നീ മാത്രമാ യോഗ്യൻ. അങ്ങനെയുള്ള മഹത്വാനായ ദൈവത്തെ പുല്ല് തിന്നുന്ന കാളയോട് അമ്പുരാൻ ഇഷ്ടപ്പെട്ടില്ല. എന്തിനേറെ കാളയ്ക്ക് യാഗപീഠവും പണിതും ഭയങ്കര ബഹളവും ആരാധനയും പ്രൈസ് ആൻഡ് വർഷിപ്പും. ആർക്കാ? കാളയ്ക്ക്. മുഴുവൻ മൂരിയ. ഇവനെല്ലാം കൂടെ കിടന്ന് അങ്ങ് ചീറ്റുക. കാളയും ചീറ്റുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഞാൻ വിവരിക്കുന്നില്ല. ഇനിയും ശരിക്കും പഠിച്ചാൽ ഈ ആരാധന മൂത്ത പൂർണ്ണത്തിന് ഉടുതുണിയില്ല. തുണിയില്ലാതാ തുള്ളുന്നത്. വായിച്ച 25-ാം വാക്യം 32-25 തെളിയിക്കാമല്ലോ, വചനത്തിലുണ്ടല്ലോ. അവരുടെ വിരോധികൾക്ക് മുമ്പാകെ അവർ ഹാസ്യമാകത്തക്ക അവരുടെ വിരോധികൾക്ക് മുമ്പാകെ അവർ ഹാസ്യമാകത്തക്കവണ്ണം അഹരോൻ അവരെ അടിച്ചുവിട്ട് കളയുക. ജനം കെട്ടടിഞ്ഞെന്ന. മലയാളത്തിൽ കെട്ടടിഞ്ഞെന്നും ഹാസ്യമായെന്നും അടിച്ചുവിട്ടെന്ന. ഇംഗ്ലീഷ് ബൈബിളിൽ നേക്കടെന്നാ കൊടുത്തേക്കുന്നത്. ഇംഗ്ലീഷ് ബൈബിളാണോ കയ്യില്? ഏത് ബൈബിളാണ് കയ്യിരിക്കുന്നത്? ഇന്ത്യ മലയാളമാ? ഇംഗ്ലീഷ് ബൈബിൾ ആരുടെയും കയ്യിലുണ്ട്? എവിടെ ഇരിക്കുന്നു? ഇനി അതെടുത്ത് വരുമ്പോൾ നേരം പോവായിരിക്കും. ഇംഗ്ലീഷ് ബൈബിളിൽ വസ്ത്രമില്ലെന്ന് തന്നെ എഴുതിയേക്കുന്നത്. നേക്കണമെന്ന് തന്നെ. തമിഴ്നാട്ടിൽ പോയി ഞാൻ പ്രസംഗിച്ചപ്പം ഒരാൾ തമിഴ് വായിച്ചു. അത് കുറച്ചുകൂടെ എഫക്റ്റാ. തമിഴ് അറിയാവുന്നവരാരാ? കൈപൊക്കിക്ക. തമിഴ് അറിയാവുന്ന അറിയാവുന്ന പറഞ്ഞ് പൊക്കിയതാണോ അതോ ഞൊട്ട വിട്ടതാണോ? അത് കുഴപ്പമില്ല. ശ്വാസം വിടുന്നല്ല. തമിഴ് ഇല്ല, അത് ഗുണമായി. തമിഴിൽ കൊടുത്തു. അപ്പം ഞാൻ അവിടെ പ്രസംഗിച്ചപ്പോൾ ഒരു സഹോദരി തമിഴ് ബൈബിളിൽ വായിച്ചു. തമിഴിൽ ഇങ്ങനെ, ജനങ്ങൾ തങ്ങൾ പകൈവറുകൾ അപമാനപ്പെടുത്തതാകെ ആരോൻ അവർകളെ നിർവാണമായി ഇരിക്കുന്നതേ. അവர்கள் നിർവാണമായി ഇരിക്കുന്നത് മോശ കണ്ടത്. കൊഞ്ചം കൊഞ്ചം തരുമാ? എന്നോട് പറഞ്ഞല്ലോ, നിർവാണമായി ഇരിക്കുന്നതേ. അതാ തരുമാ. അപ്പോൾ അവിടെ വസ്ത്രമില്ലെന്നാ. വസ്ത്രമില്ല. ഈ ആരാധനയും പ്രൈസ് ആൻഡ് വർഷിപ്പും ചാട്ടവും തുള്ളലും കൂത്തും ഇതെല്ലാം കൊണ്ട് ഉടുതുണിയില്ല ഒരെണ്ണത്തിന്. കെട്ടടിഞ്ഞെന്ന്. നിങ്ങളെ ഇപ്പോഴത്തെ പ്രൈസ് ആൻഡ് വർഷിപ്പുകാരിൽ എല്ലാവരും അല്ലെങ്കിൽ ചിലർ യോഗ്യമായിട്ട് വസ്ത്രം തലേ പോലും തുണി ഇടുന്നില്ലല്ലോ ചിലത്. പ്രൈസ് ആൻഡ് വർഷിപ്പിന് വരിക തലേ പോലും സ്ത്രീകള്. ഇതൊന്നും ദൈവികമല്ല, നമുക്ക് വചനത്തിന് നിരക്കുന്നതല്ല. ഏത് പാഷയുടെ മോളാന്നേലും സ്തോത്രം. അങ്ങനെ ക്രമം കെട്ടതിനെ ഒന്നും കേറ്റരുതെന്ന് അതൊക്കെ കുടുംബത്ത് പോയിരുന്ന് പാടിക്കോളും. വലിയ പ്രഗത്ഭരൊന്നും അല്ലെങ്കിൽ യോഗ്യമായിട്ടും ദൈവകൃപയിൽ ശരണപ്പെട്ടും ഭക്തിയോടും അത് മതി. ഞാൻ
ഒരു സഭക്കാരോട് ഞങ്ങൾ വലിയ അടുപ്പമാണ്. അപ്പം ഞാൻ പറഞ്ഞു, വളരെ അടുത്തപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങളുടെയൊക്കെ സഭയെ ഞങ്ങൾ എല്ലാവരെയും കൊണ്ട് പാടിപ്പിക്കും, നിങ്ങളുടെ അവിടെ എല്ലാവരെയും കൊണ്ട് പാട്ട് അതിന് സംഗീത ശുശ്രൂഷയ്ക്ക് ആളുണ്ടെന്ന് പറഞ്ഞു. ഉണ്ട്. അല്ല, അവരെക്കാളും നന്നായിട്ട് കഴിവുള്ള സഹോദരിമാരുണ്ട്, അവരവിടെ ഇരുന്നോട്ടെ, ഇവർ പാടിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ ഒത്തിരി അടുപ്പമുള്ളതുകൊണ്ട് ചോദിച്ചു, എന്നാലും അവർക്ക് വേണ്ട, ഇവർക്കിത് തന്നെ പണി. അവർ വെളുപ്പിലെ 4 മുതൽ എഴുന്നേറ്റേ ഇതാ പണി. 4 മുതൽ ഞായറാഴ്ച ഇതാ, തിങ്കളും ഇതാ, എല്ലാം ഇതാ. അപ്പം അവർ പാടിയാൽ മതി, അത്ര ഉണർവ് മതി. അതിൻ്റെ ഉണർവ് അവിടെ പുള്ളി എന്നോട് പറഞ്ഞ, നിങ്ങളുടെ ഇടയിൽ സൺഡേ ഇവിടെ വന്ന് പാടി വെച്ച് പിന്നെ മൺഡേ വേറെ പാട്ടിനും പോകും, വെനസ്ഡേ വേറെ പാട്ടിന് പോകും, സാറ്റർഡേ വേറെ പാട്ടിന് പോകും, പിന്നെ മൺഡേ തൂത്ത് തുടച്ച് മരുന്ന്. മനസ്സിലാകുന്നില്ല. ഇവരെന്നും ഇതാ, അത് മതി ഞങ്ങൾക്ക്. അതവർ ഭക്തിയോടാ, പ്രാർത്ഥനയോടാ, അതിൻ്റെ അന്തരീക്ഷവും ഉണ്ട് അവിടെ. ദൈവത്തിന് മഹത്വം. സ്വരത്തിന്റെ മാധുര്യമോ കഴിവല്ല ഇവിടുത്തെ പ്രധാനം. നീ ദൈവകൃപയിലാണോ എന്നുള്ളതാ വിഷയം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ദൈവകൃപയിലാണെന്നുള്ളതാ. നീ രക്ഷിക്കപ്പെട്ടതാണോ, നീ സ്നാനപ്പെട്ടതാണോ, നീ അഭിഷേകം പ്രാപിച്ചതാണോ? ഇവിടെ ഈ പാട്ട് പാടുന്ന എല്ലാവരുടെയും കാര്യമല്ല. പാട്ട് പാടുക, തബല വായിക്കുക, മൃദംഗം വായിക്കുക, ഈ കുന്തപ്പനാടം കൊട്ടുന്ന മിക്കതും തിരുമേശ എടുക്കത്തില്ല. ഇങ്ങനെ ഇരിക്കുക. തിരുമേശ കാട്ടിയാലും അവൻ അല്ലെങ്കിൽ ആ സമയത്ത് എഴുന്നേറ്റ് അവൻ വെളിയിൽ പോവും. അവൻ അന്നേരം അങ്ങ് ശങ്കയാ. ആടെ ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ, ദൈവകൃപയാ വിഷയം. മോശ ഇറങ്ങി വന്നപ്പോൾ പ്രാളികത്തിൽ മുഴുവൻ പ്രശ്നം. മോശ യോശുവയോട് ചോദിച്ചു, എന്തുവാ അച്ഛാ ഫാസ്റ്റിംഗ് പ്രയർ നടക്കുക, 40 days ഫാസ്റ്റിംഗ് പ്രയർ, പവർ കോൺഫറൻസും ഫയർ? ഒരു ഫയറും ഇല്ല. നമ്മൾ ഈ തീ ചുമ്മാ കിടന്ന് ചാടുക, ഒരു തീയും ഇല്ല. എടാ, തീ ശരിക്കുള്ള തീയാന്ന് ദഹിക്കുകയല്ലേ? ദഹിക്കും. ശരിക്കുള്ള തീ അല്ല. ഇപ്പോഴും പലതും ദഹിക്കുന്നില്ലല്ലോ, കൈ കൊടുക്കുന്നില്ലല്ലോ, യോജിക്കുന്നില്ലല്ലോ, സംസാരിക്കുന്നില്ലല്ലോ, രമ്യതയില്ലല്ലോ, സ്നേഹമില്ലല്ലോ. പിന്നെ എന്തോ തീയാ? പിന്നെ കത്തുന്ന മുഴുവൻ അന്യാഗ്നി കത്തിക്കുക. അതിന് ഓരോന്നോരോന്ന് താഴെ വീടുക. അന്യാഗ്നി കത്തിക്കരുത്. വിവരിക്കുന്നില്ല ആ ഭാഗമൊന്നും. ചുരുക്കി പറഞ്ഞാൽ മോശ ഇറങ്ങി വന്നപ്പോൾ മനസ്സിലായി ഇത് ദൈവത്തിനെതിരാ. ഇതെല്ലാം കൂടെ ആളും ഓളവും ബഹളവും മേളവും എല്ലാം കൂടെ കണ്ടേച്ച് മോശയ്ക്കൊക്കെ മനോവേദനയായി. ഒരു മൃഗത്തിന്റെ സാദൃശ്യം ഉണ്ടാക്കരുതെന്ന് പ്രമാണം കൊടുത്തപ്പോൾ സഭയ്ക്കകത്ത് മൂരിക്കാള. ദൈവത്തിന് മഹത്വം. മോശ ഇത് കണ്ട് മനോവേദനയും സങ്കടമെല്ലാം കൂടെ കൂടി ചോദിക്കുക, യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ. ഓടിച്ചു പറഞ്ഞു. എന്നാറേ ലേവരെല്ലാം കൂടെ മോശയുടെ അടുക്കൽ വന്ന് മോശ പറഞ്ഞു, കാളയ്ക്ക് യാഗപനം പണിതവനെയും കാളെ കണ്ട് തുള്ളിയവനും കാളെ കണ്ടിളകിയവന് ഒറ്റൊരുത്തനെ വെക്കരുത്. നാടൻ ഭാഷ പറഞ്ഞ് ആമൻ സ്വത്രം എല്ലാത്തിനും നീക്കാൻ പറഞ്ഞു. അങ്ങനെ ലേവിന് വാളെടുത്ത് വെട്ടി ആമൻ യഹോവയുടെ പക്ഷത്ത് നിന്ന് വെട്ടുക, പൊരുതുക എന്ന് പറഞ്ഞാൽ ലേവി സമയം തക്കത്തിൽ ഉപയോഗിച്ചു. വേറെ ഒരു ഗോത്രക്കാരും കയറി വന്നില്ല. നമ്മുടെ കുറുവാക്യം ദുഷ്കാലമാകയാൽ സമയം ലേവി സമയം തക്കത്തിൽ ഉപയോഗിച്ചു. അതിന് കാരണം കൂടെ പറയാം. നിങ്ങൾക്ക് അറിവുള്ള കാര്യമാ, ഓർപ്പിക്കുന്നതേ ഉള്ളൂ. ലേവിയെ പണ്ട് അപ്പച്ചൻ പരാഗിയതാ. മൂപ്പില മരിക്കുന്നതിന് മുന്നേ ലേവിയെ ശിബിയോനെ പിരാഗി. 49-ാമത്തെ ആയത്തിന്റെ 5-ാമത്തെ വാക്യം മുമ്പേ വായിച്ചതാ. എന്നിരുന്നാലും ഒന്നുകൂടെ വായിച്ചോ. 49-ന്റെ 5 ഉൽപ്പത്തി. ശിമയോനും ലേവിയും സഹോദരന്മാർ അവരുടെ വാളുകൾ സാഗച്ചത്തിന്റെ ആയുധങ്ങൾ. എന്നുള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുത്, എൻ മനമേ അവരുടെ യോഗത്തിന് പോകരുതേ. അങ്ങനെയൊക്കെ വിളിച്ചു പറയും. അവരുടെ യോഗത്തിന് പോകരുതേ. പക്ഷെ ആള് വരും.
സ്തോത്രം. ഇല്ലേ മറഞ്ഞു നിന്നെങ്കിലും കേൾക്കും. ഇല്ലേ പിന്നെ ഇതൊക്കെ ഉള്ളത് കൊണ്ട് വീട്ടിലിരുന്ന് അന്നേലും പിന്നെ അവരുടെ യോഗത്തിന് പോകരുതേ. എന്തുകൊണ്ടെന്നാ നിനക്കും നിന്റെ കുഞ്ഞുങ്ങൾക്കും ഗുണം വന്നു പോവും. അതാ എടാ, അടിച്ച് പൂസായി 4 കാലും പറിച്ച് അടിച്ച് പൂസായി ഓടെ കിടന്നാലും വിഷയമില്ല. പ്രാർത്ഥനയ്ക്ക് വന്നെന്ന് കേൾക്കുമ്പം വിഷയമാണ്. അല്ലേ? അവന്റെ കുടുംബവും നശിച്ചു, പെമ്പളേനെ അവൻ തല്ലി, കൊച്ചുങ്ങളെയും തല്ലി, വെച്ച കഞ്ഞിയും കൂട്ടാനും എടുത്ത് മുറ്റത്ത് പറഞ്ഞ് ഉള്ള കലവും പൊട്ടിച്ച് വല്യമ്മയ്ക്കിട്ട് ഒരു താങ്ങി ആമ ഉള്ളതെല്ലാം തല്ലിപ്പൊട്ടിച്ച് അവന്റെ വീട് മുടിഞ്ഞ് മുണ്ടക്കോല് തല്ലിയാൽ ആർക്കും ഒരു വിഷയമല്ല. അതെല്ലാം അവൻ വിട്ട് മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വേറെ പുസ്തകം എടുത്തോണ്ട് അവനൊരു പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ യോഗത്തിന് പോകരുതേ. കുടിച്ച് പെടുത്ത് പിള്ളേരുടെയൊക്കെ പക്ഷെ കോൺ തെറ്റി ഓടെ കിടക്കുക. അപ്പറേ കയ്യാലേ ഇപ്പറേ ഓടെ. ഉടനെ അവര് പറഞ്ഞ ഞങ്ങളുടെ ഇടവകയാണ്. കാരണം ഇതിനിടയില കയ്യാലയുടെയും ഓടയുടെയും അപ്പൊ ചോദിച്ചു ജോർജ് കുട്ടി ഞങ്ങളുടെ ഇടവകയാണ്. കൈപ്പട്ടൂര് ഇടവകയാ. ഇടയെ കിടക്കുക. നിങ്ങൾക്ക് മനസ്സിലാകാരിയാണോ? അതോ പൊട്ടമാടത്തെ ഇരിക്കും പോലെ? ദൈവത്തിന് മഹത്വം. ആർക്കും വേണ്ടാതെ അവൻ മദ്യപിച്ച് ലക്ക് കെട്ട് വെളിവ് കെട്ടവന്റെ കുടുംബവും നശിച്ച് ദാരിദ്ര്യക്കും അനുഭവിച്ചു. അവന്റെ ഭാര്യയും അവനെയും പ്രാഗി കുടുംബത്തെയും ദൈവമേ മുടിഞ്ഞ വീട്ടിൽ വന്നതാ എനിക്ക് സ്വത്തത ഇല്ലെന്നൊക്കെ പ്രാഗി അലച്ച് കുഞ്ഞുങ്ങളും ഭാരപ്പെട്ട് എന്നും ദുരിതവും ദുഃഖവും നിരാശ. അങ്ങനെയിരിക്കുമ്പോൾ അവൻ സുവിശേഷം കേട്ടത്, യേശുവിനെ പറ്റി കേട്ടു, അവൻ മാനസാന്തരപ്പെട്ടു, അവൻ രക്ഷിക്കപ്പെട്ടു, അവൻ വെള്ളത്തിൽ മുങ്ങി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിൽ സ്നാനപ്പെട്ട് അവൻ കൃപയിൽ വരുമ്പോൾ ഉടനെ പറയുക ഞങ്ങളുടെ ഇടവകയാ. അവരുടെ യോഗത്തിന് യാകുന്നതിന് മുന്നേ അപ്പം പറയാ അവരുടെ യോഗത്തിന് പോകരുന്നത്. ശിമിയോനും ലേവിയും സഹോദരന്മാർ അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ എന്നുള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുത്. എൻ മനമേ അവരുടെ യോഗത്തിന്. അപ്പൊ യോഗം മുടക്കി. ലേവി യോഗം വെച്ചാ പോകരുത്. നമ്മുടെ യോഗത്തിന് ലേവിയെ വിളിക്കുകയെ. ഇപ്പോഴത്തെ ചില പെന്തിക്കോസുകാരും അങ്ങനെ ഉണ്ട് കേട്ടോ. ചർച്ചോക്കോട് യോഗം വെച്ചാൽ ഉടനെ നമ്മുടെ സഭ ഉപവാസ പ്രാർത്ഥന ചെയ്യണ്ടേ. IPSക്കാർ യോഗം വെച്ചാൽ ഉടനെ ചർച്ചോക്കോടുകാർ, അല്ലേ ഷാരോൻ, അല്ലേ അസംബ്ലീസ് കോഡ്. പക്ഷെ ഇവിടെ ദൈവദാസൻ മുഖവര പറഞ്ഞപ്പോൾ എല്ലാവരും വന്നതിൽ നിങ്ങളെ എല്ലാം അഭിനന്ദിക്കുന്നു. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. എന്നാൽ ചിലര് ആൾക്കാരെ നോക്കി സഭ നോക്കിയൊക്കെ യോഗത്തിന് പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചിലയിടങ്ങളിൽ ചെല്ലുമ്പോൾ സാധുക്കളാ യോഗം നടത്തുന്ന അണ്ണന്മാരാരും വരികയല്ല, വരത്തില്ലെന്ന് എല്ലാവർക്കും അങ്ങ് ആത്മഭാരവുമാണ്. കണ്ടമാനം ഭാരം കയറിയിട്ട് കൈപ്പുഴ നമ്മുടെ ഇവിടുത്തെ പാലത്തിന്റെ തന്നെ കൈപ്പൊട്ടൊരു പാലത്തെ അങ്ങ് ചാടുക, ആത്മഭാരം കയറിയിട്ടേ. കാരണം പെട്ടെന്ന് മാവേലിക്കര ചെല്ലാവല്ലോ. വണ്ടിയെ പോയാൽ താമസിക്കില്ല, വെള്ളത്തിലോട്ടി ആടിയാൽ പെട്ടെന്ന് ഒഴുകി വെള്ളം ഉള്ളപ്പം. അല്ല പലരും ആള് നോക്കിയും സഭ നോക്കിയും ബോർഡ് നോക്കി അങ്ങനല്ല. ദേശത്തൊരു സുവിശേഷ യോഗം നടക്കുമ്പോൾ നീ IPC ആണോ, ചർച്ചക്കോടാണോ, അസംബ്ലീസ് കോഡാണോ, ഷാരോനാണോ, PMG ആണോ, നെയ്യാലാണോ, പെനിയലാണോ, TPM ആണോ, നല്ല വിഷയം. ദേശത്ത് യേശുവിനെ ഉയർത്തുന്നത്. ഞാൻ ഉയർത്തപ്പെട്ടാൽ അനേകരെങ്കിലേക്ക് ആകർഷിക്കപ്പെടുമെന്ന് ഉയർത്താൻ കൊള്ളാവുന്ന നാമം യേശുവിന്റെ നാമമാ. എല്ലാ നാമത്തിലും മേലായ നാമം, എല്ലാ രോഗികളെ സൗഖ്യമാക്കുന്ന നാമം. ആ നാമത്തെ ഉയർത്തുമ്പോൾ ഒരു സഭയെ നോക്കരുത്. ഒരു ദേശത്തൊരു സുവിശേഷ യോഗം നടക്കുമ്പോൾ എല്ലാവരും ചേരണം, യേശുവിനെ ഉയർത്തണം. ഇവിടെ ലേവിയുടെ യോഗം കയറി ഉഴപ്പി പോകരുതെന്ന് പറഞ്ഞു. ഞാൻ ഓടിച്ചങ്ങ് നിർത്താം. ലേവി ഒന്നും മിണ്ടിയില്ല. ലേവി യോഗം വെച്ചാൽ ഇവരാരും പോകത്തുമില്ല, ഇവരുടെ യോഗത്തിന് ലേവിയെ വിളിക്കത്തുമില്ല. പക്ഷെ ലേവി ഉടക്കിയില്ല. ലേവി ഇരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ എൻ്റെ യോഗം, ഞാൻ യോഗം വെച്ചിട്ട് ഇവരാരും വരുന്നില്ല, ഇവരുടെ യോഗത്തിന് എന്നെ തൊട്ട് വിളിക്കുന്നുമില്ല, ഇവന്മാരെല്ലാം കൂടി എന്നെ അതിനകത്ത് കയറ്റുന്നുമില്ല. നീ എനിക്കൊരവസരം തരണം, എനിക്കൊരവസരം തരണം.
ലേവി ഇങ്ങനെ കുറെ നാളായിട്ട് ജാഗരിച്ച് പ്രാർത്ഥിച്ചിരിക്കുക. അങ്ങനെ ജാഗരിച്ച് പ്രാർത്ഥിച്ചപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മോശ ചോദിക്കുക, യഹോവയുടെ പക്ഷത്താരേലുമുണ്ടോ? അവസരം നോക്കിയിരുന്ന ലേവി പറഞ്ഞു, നല്ല അവസരം ദൈവം തരിക, ചാടി കയറാൻ പറഞ്ഞു. ലേവി കണ്ണ് കാണിച്ചു, എടേ നല്ല അവസരം ദൈവം തരിക, ആരെങ്കിലും ഉണ്ടോ എന്നാ ചോദിച്ചിരുന്നത്. കയറാൻ പറഞ്ഞു. അവസരം ലേവി തക്കത്തിൽ ഉപയോഗിച്ചു, സമയം തക്കത്തിൽ. ലേവി ചാടി ഇതിനകത്ത് കയറി ഇങ്ങോട്ട് വന്നപ്പോൾ മോശ പറഞ്ഞു, ഒരുത്തനോട് കനിവ് തോന്നരുത്, ഒരറ്റം മുതൽ, എൻ്റെ ഭാഷ അറഞ്ഞേക്കാൻ. ലേവി വാളെടുത്ത് ഒരറ്റം മുതൽ ഒന്നാതി യോഗത്തിന് വിളിക്കാത്തതിന്റെ ചൊരുക്കും. പിന്നെ ഉണ്ട് ഒരറ്റം മുതൽ പിടിച്ചു ഒരറ്റം മുതൽ കൊണ്ട് കണ്ടിക്കാൻ തുടങ്ങി. അതിനെപ്പറ്റി പഴയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശെ പറഞ്ഞ ഭാഗം ഒന്ന് വായിച്ച് 33-ാം അധ്യായം, ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള തിരുവെടുത്തൊന്ന് വായിച്ചേ. ലേവിയെ കുറിച്ച് അവൻ പറഞ്ഞത്, നിന്റെ തുമ്മീമും ഊറിയുമും നിന്റെ ഭക്തന്റെ പക്കൽ ഇരിക്കുന്നു, നീ മസയിൽ വെച്ച് പരീക്ഷിക്കുകയും കലകജലത്തിങ്കൽ പോരുകയും ചെയ്തവന്റെ പക്കൽ തന്നെ. അവൻ അപ്പനെയും അമ്മയെ കുറിച്ച് ഞാൻ അവരെ കണ്ടില്ല എന്ന് പറഞ്ഞു. സഹോദരന്മാരെ അവൻ ആദരിച്ചില്ല. ഈ വാളെടുത്ത് അങ്ങോട്ട് നിന്നപ്പോൾ അവൻ അപ്പനെയും അമ്മയൊന്നും കണ്ടില്ല. ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോൾ അപ്പനാണോ അമ്മയാണോ പെമ്പളയാണോ മാപ്പിളയാണോ ഉപ്പാപ്പനാണോ കൊച്ചപ്പനാണോ അതൊന്നും നോക്കരുത്. സെക്രട്ടറി ആണോ ട്രഷറാണോ കാശുള്ള അച്ഛനാണോ അമേരിക്കനാണോ ലണ്ടനാണോ കാനഡയാണോ എന്നെ എടാ പ്രമാണം അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരുത്തനെ നോക്കരുത്. നാളെ നിന്നെ വിളിക്കുമോ, നിനക്ക് കൈ തരുമോ, നിനക്ക് സ്റ്റേജ് കിട്ടുമോ, ഇതൊന്നും വിഷയമല്ല. നീ പ്രമാണത്തിന് വേണ്ടി നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. അവൻ അപ്പനെ അമ്മയെ കുറിച്ച് ഞാൻ അവരെ കണ്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ സഹോദരന്മാരെ കാളയുടെ പുറകെ പോയി ഒരുത്തനെ ആദരിച്ചില്ല. സ്വന്തം പിള്ളേരെന്നും ഇതാ ശുശ്രൂഷ. പക്ഷെ നമ്മൾ ഇതെല്ലാം ഓർത്താ ശുശ്രൂഷിക്കുന്നേ. അയ്യോ, ഞാനത് പറഞ്ഞ സൂസമ്മാമ്മയ്ക്ക് ഇച്ചിരി ടൈത്ത് തരുന്നത് സൂസമ്മാമ്മയാണ്. ഞാനിത് പറഞ്ഞ സുസമ്മാമ്മ എന്നാ കൂസമ്മാമ്മ. നീ ദൈവത്തിന് വേണ്ടി നിൽക്കേ. വിളിച്ചത് ദൈവമാണെങ്കിൽ നിന്നെ പുലർത്താൻ ദൈവം വിശ്വസ്തനാ. ആകാശത്തിലെ പറവജാതിയെ നോക്കവയെ പുലരുന്നില്ലേ? പ്രൈസ് ദി ലോർഡ്. നിന്നെ പുലർത്താൻ ദൈവം വിശ്വസ്തനാ. അപ്പനെന്നോ അമ്മയോന്നൊന്നും നോക്കിയില്ല, സ്വന്തം സഹോദരന്മാരൊന്നും ഓർത്തില്ല, സ്വന്തം മക്കളെന്നും ഓടിച്ചു വായിര്. വചനം പ്രമാണിച്ചു. ലേവി വചനം പ്രമാണിച്ചു. പിന്നെ നിയമം ലേവി കാത്തു. അടുത്തത് അതുകൊണ്ട് തമ്പുരാൻ ഈ ശാപത്തെ അനുഗ്രഹമാക്കി തീർത്തു. ശാപത്തെ അനുഗ്രഹമാക്കി. ഇന്ന് രാത്രി നീ പ്രമാണം കാത്താൽ, സമയം തക്കത്തിൽ ഉപയോഗിച്ചാൽ നിന്റെ മേലുള്ള ശാപത്തെ ഇന്ന് രാത്രി അനുഗ്രഹമാക്കും. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ അപ്പൻ ശപിച്ചു, ഇവന്റെ യോഗത്തിന് പോകരുത്, ഇവനെ നമ്മുടെ യോഗത്തിന് വിളിക്കരുത്. എന്നാൽ ലേവി ഉടക്കാൻ പോകില്ല, മുട്ടയിലിരുന്ന് പ്രാർത്ഥിച്ചു. സമയം വന്നപ്പോൾ യഹോവയുടെ പക്ഷത്ത് തക്ക സമയത്ത് കയറി നിന്നു. വാളെടുത്ത് വെട്ടി. അപ്പനെന്നോ അമ്മയെന്നോ സ്വന്തം സഹോദരന്മാരെന്നോ മക്കളെന്ന് നോക്കാതെ വെട്ടി പ്രമാണം കാത്തു, നിയമം കാത്തപ്പോ തമ്പുരാൻ എന്നാ പറഞ്ഞ് ശാപത്തെ തിരുത്തി. അടുത്ത വാക്യം വായിര്. അവർ നിന്റെ സന്നിധിയിൽ സുഗന്ധധൂപം. എനിക്ക് ഇന്നൊരു 11 മണി വരെ പ്രസംഗിക്കാൻ തോന്നുന്നുണ്ട്. ഒന്നുകൂടെ ആ വാക്യം വായിച്ചേ ദൈവദാസി. അവർ നിന്റെ സന്നിധിയിൽ സുഗന്ധധൂപം. ഞാനൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ വചനം ചിലർ ആസ്വദിക്കുക. ഇവ സുഗന്ധമാക്കുമെന്ന് അതിനങ്ങനെ പറഞ്ഞേ. അയ്യോ, പണ്ട് ലേവി അപ്പനെ നാറ്റിച്ചതാ, അതിപ്പോ സുഗന്ധമാക്കി തീർത്തു. വായിച്ച 34-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം വായിച്ച ഉൽപ്പത്തി 34-ന്റെ 30. ആയിരം ശിമയോനോട് ലേവിയോടും ഈ ദേശനിവാസികളായ കനാന്യരുടെയും പെരിസ്യരുടെയും ഇടയിൽ നിങ്ങൾ എന്നെ നാറ്റിച്ചെന്ന്. ഉൽപ്പത്തി 34-ന്റെ 30-ൽ ലേവിയെ പറ്റി പറയാം, നീ എന്നെ നാറ്റിച്ചെന്ന്. ആ നാറ്റത്തെ
ആവർത്തന പുസ്തകത്തിൽ പഠിച്ചു വരുമ്പോൾ പടിനിമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശ പറയാ, നിന്റെ നാറ്റത്തെ ഞാൻ സുഗന്ധമാക്കി തീർത്തു. പ്രൈസ് ദി ലോർഡ്. നിന്റെ ശാപത്തെ ഇന്ന് രാത്രി അനുഗ്രഹമാക്കി തീർക്കും. ആമൻ. നിന്റെ കുടുംബത്തിൽ ശാപമുണ്ടെന്ന് പലരും പറഞ്ഞു കാണും. ആമൻ. നിന്റെ കുടുംബത്തിൽ പല പ്രശ്നമുണ്ടെന്ന് അതൊക്കെ സമ്മതിച്ചു. പക്ഷെ ഇന്ന് രാത്രി നീ സമയം തക്കത്തിൽ ഉപയോഗിച്ച് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചാൽ നിന്റെ ദുർഗന്ധത്തെ ഇന്ന് രാത്രി ദൈവം സുഗന്ധമാക്കി തീർക്കും. അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. 34-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യത്തിൽ നാറ്റം വെച്ചതാ. ആ നാറ്റം വെച്ച വിഷയം തമ്പുരാൻ പറയാ, ഇനി അവൻ സുഗന്ധമാക്കുമെന്ന്. ഇനി വായിച്ചോ സുഗന്ധധൂപവും യാഗപീഠത്തിന്മേൽ സർവാംഗ ഹോമവും അർപ്പിക്കും. അടുത്തത്, യഹോവേ അവന്റെ ധനത്തെ അവന്റെ ധനത്തെ അനുഗ്രഹിക്കണമേ. അവന്റെ പ്രവൃത്തിയിൽ പ്രസാദിക്കണമേ. അവന്റെ എതിരികളും അവനെ ദേഷിക്കുന്നവരെ എഴുന്നേൽക്കാതെ വണ്ണം അവരുടെ അരകളെ തകർക്കാൻ. ഞാൻ വിസ്തരിക്കുന്നില്ല. അവിടെയൊക്കെ നിന്ന് സമയങ്ങൾ എടുത്ത് പറഞ്ഞാൽ കൊള്ളാന്നുണ്ട്. അവന്റെ ലേവിയോട് എതിർക്കുന്നവനെ എല്ലാം ഒതുക്കിയേക്കാൻ. സ്തോത്രം. അത് പറയാ, അവന്റെ ധനത്തെ അനുഗ്രഹിക്കാൻ. എങ്ങനെ അനുഗ്രഹിക്കും? 12 ഗോത്രക്കാര് 10 വെച്ചുകൊണ്ട് കൊടുത്താൽ ലേവിക്ക് 12, കൊടുത്തവൻ 9. 10 കിട്ടുമ്പോൾ 1 കൊടുക്കണമെന്നല്ലേ? അപ്പം 1 കൊടുത്താൽ കഴിഞ്ഞാൽ കൊടുത്തവന്റെ കയ്യിൽ 9. 12 ഗോത്രക്കാരാ കൊടുക്കണ്ടേ. അപ്പം ലേവിക്ക് എത്ര കിട്ടും? 12. 12 പേരും 10-ന് 1 വെച്ച് കൊടുക്കുമ്പോൾ ലേവിക്ക് 12. 10-ന് 1 പോയാൽ കൊടുത്തവന് 9. ധനത്തെ അനുഗ്രഹിച്ചല്ലോ. സ്തോത്രം. നിന്റെ ശാപത്തെ അനുഗ്രഹമാക്കി തീർക്കും. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഞാനധികം വിവരിക്കുന്നില്ല, ഓടിച്ച് നിർത്തുക. 2 വാക്യവും കൂടെ വായിച്ച് കാര്യം പറഞ്ഞ് അങ്ങ് നിർത്താം. ദൈവത്തിന് മഹത്വം. അല്ലെ പ്രസംഗിച്ചാൽ ഞാനങ്ങ് പ്രസംഗിക്കും. നിങ്ങൾ ചിലർ ചിലപ്പോൾ ഇരില്ലേ പൊന്നച്ചാനെങ്കിലും ഇവിടെ കാണും. കാരണം അവരങ്ങോട്ട് പോകാനാ. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങ് അടങ്ങുക. ദൈവത്തിന് മഹത്വം. 1, സമയം തക്കത്തിൽ ലേവി ഉപയോഗിച്ചു. അവന്റെ ധനത്തെ അനുഗ്രഹിച്ച് ദുർഗന്ധത്തെ സുഗന്ധമാക്കി. എന്നിട്ട് പറയുക, എല്ലാവരും ലേവി എടുക്കച്ചെന്ന് ഉപദേശം കേൾക്കാൻ. മലാഖി വായിക്കുന്നത്, പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകിയാൽ അവന്റെ അതരം പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടത് ഉപദേശം അവനോട് എന്ന് പറഞ്ഞാൽ കായ്ക്ക് തൊടിയിക്കാഞ്ഞതാ ലേവിയ. ഇപ്പൊ സകല എണ്ണോ ലേവിയുടെ എടുക്ക വരിക. ദൈവം തിരിച്ചു വിട്ടെന്ന്. ഇതിന്റെ നടുവിൽ എന്നാ ചെയ്യണം? നീ മറുപടി പറയാൻ പോകരുത്, എതിർക്കാൻ പോകരുത്, ഉടക്കാൻ പോകരുത്, പഞ്ചായത്ത് മെമ്പറേയും പിടിക്കണ്ട, MLA-യും പിടിക്കണ്ട, MP എടുക്കലും പോകണ്ട, രാഷ്ട്രീയക്കാരുടെ പുറകെയും പോകണ്ട, വക്കീലിനും കാശ് കൊടുക്കണ്ട. നീ ചെയ്യേണ്ട കാര്യം മുട്ടയിലിരിക്കണം. നിനക്ക് വേണ്ടി വ്യവഹരിക്കുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഉന്നതന് മീതെ ഉന്നതനുണ്ട്, അവന് മീതെ അത്യുന്നതൻ ജാഗരിക്കുക. നേരോടെ വിധിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കാത്തിരുന്ന് പ്രാർത്ഥിക്ക്. സമയമാകുമ്പോൾ ദൈവം നിന്നെ ഉയർത്തും. ഇത് ദുഷ്കാലമാകിയാൽ സമയം, ലേവി സമയം തക്കത്തിൽ ഉപയോഗിച്ചു. 2 കാര്യം ഇവിടെ പറഞ്ഞു നിർത്താം. തക്കത്തിൽ ഉപയോഗിച്ചത് യെശയ്യാ പ്രവചനം 9:1 വായിച്ചേ. യെശയ്യാവ് 9:1. പെട്ടെന്ന്. കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമിരം നിൽക്കയില്ല. പണ്ട് അവൻ സെബൂലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തി. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സെബൂലൂനും നഫ്താലിക്കും ഹീനതയാ, താഴ്ചയാ. നമുക്കറിയാം സെബൂലൂനും നഫ്താലിയും യാക്കോബിന്റെ പിള്ളേരാ. 2 എണ്ണം, സെബൂലൂനും നഫ്താലിയും. ഉൽപ്പത്തി 30:8 വാക്യം വായിച്ചേ. കടികടാന്ന് വായിക്കണേ, സമയം പോയത് കൊണ്ട്. ഞാൻ എന്റെ സഹോദരിയോട് വലിയൊരു പോർ പൊരുതു. ഞാൻ എന്റെ സഹോദരിയോട് വലിയൊരു പോർ പൊരുത് ജയിച്ചു പിരിച്ചിരിക്കുന്നു എന്ന് റാഹേൽ പറഞ്ഞ് അവന് നഫ്താലി എന്ന് പേര്. നഫ്താലി. അതിന്റെ ഒരു വാക്യം കൊണ്ട് മേലോട്ട് 8 മുതൽ വായിച്ചേ. ഞാൻ എന്റെ അപ്പൊ ഇത് റാഹേലിന്റെ ദാസിക്ക് ലഭിച്ച കുഞ്ഞാ. ഞാൻ എന്റെ സഹോദരിയോട് വലിയൊരു പോർ പൊരുത് ജയിച്ചുമിരിക്കുക എന്ന് പറഞ്ഞ് റാഹേൽ
പറഞ്ഞ് അവന് നഫ്താലി എന്ന് അവന് നഫ്താലി എന്ന്. അതിന്റെ 2 വാക്യം മേളിൽ കയറി വായിക്കണം. അപ്പോൾ റാഹേൽ, ദൈവം എനിക്ക് ന്യായം നടത്തി എന്റെ അപേക്ഷ കേട്ട് എനിക്ക് ഒരു മകനെ തന്നു എന്ന് പറഞ്ഞ് അതുകൊണ്ട് അവന് ദാൻ എന്ന് പേര്. അടുത്തത് റാഹേലിന്റെ ദാസി ബിൽഗ. അപ്പോൾ ദാസികൾ കൂടി യാക്കോബിന് ജനിച്ച കുട്ടിയാണ് നഫ്താലി. ഹീനതയാ, ദാസിയുടേതല്ലേ. നമ്മുടെ പെന്തിക്കോസ്തിലും ചില ആൾക്കാർ പറയത്തില്ലേ, അവര് നിങ്ങളുടെ സഭയിലാണോ? ആ, ഞങ്ങളുടെ സഭയിലാണ്. കറിയാച്ച, പിന്നെ കറിയാച്ചായനും ചിന്നമ്മാമയും ഞങ്ങളുടെ സഭയിലെ മെയിൻ. അയ്യോ, കറിയാച്ചായൻ ഇല്ല, തങ്കച്ചൻ സാ, അത് നമ്മുടെ സഭയില, മറ്റേതാ. നിങ്ങൾക്ക് പിന്നെ ഒന്നും മനസ്സിലാകുന്നില്ല. ഈ മറുഭാഷ പറയുന്ന മിക്കത് വിധൊക്കെ തന്നെ നോട്ടോ ഇരിപ്പം കാണുമ്പോൾ എനിക്കറിയാം. പിന്നെ അതിനിപ്പോ പ്രാർത്ഥിച്ചു നോക്കുമൊന്നും വേണ്ട. ഇത് ദാസിയുടെ കൊച്ചനാണ് നഫ്താലി. ഹീനതയാ. റൈച്ചലിന്റെ അല്ല, ലേയാമ്മയുടെ അല്ല, ദാസിയിൽ കൂടി ജനിച്ചതാ. അതിന് അതിൻ്റെതായ ഉണ്ടെന്ന് നിങ്ങൾ ഇങ്ങനെ നോക്കുമെന്ന്. എഴുന്നേറ്റ് പോകരുത്, ഞാൻ ബാക്കി കൂടെ പറഞ്ഞേച്ചേ പോകാം. നാളെ യോഗവുമില്ല. ഇനി അതിന്റെ 18 19 വായിച്ചേ. 18 19. ഞാൻ എന്റെ ദാസിയെ എന്റെ ഭർത്താവിന് കൊടുത്തത് കൊണ്ട് ദൈവം എനിക്ക് കൂലി തന്നു എന്ന് പറഞ്ഞ് അവൻ ഇസ്സാഖാർ എന്ന് പേരിട്ടു. അടുത്ത വാക്യം. ലേയ പിന്നെയും ഗർഭം ധരിച്ച് യാക്കോബിന് 6ാമതൊരു മകനെ പ്രസവിച്ചു. 6ാമത്തെ ഒരു ചെറുക്കനെ പ്രസവിച്ചു. ദൈവം എനിക്കൊരു നല്ല ദാനം തന്നിരിക്കുന്നു. ഇപ്പോൾ എന്റെ ഭർത്താവ് എന്നോട് കൂടെ വസിക്കും. ഞാൻ അവൻ 6 മക്കളെ പ്രസവിച്ചുവല്ലോ എന്ന് ലേയ പറഞ്ഞ് അവന് സെബൂലൂൻ എന്ന് സെബൂലൂൻ. അത് ലേയായി കൂടി ജനിച്ചതാ. ലേയ അനിഷ്ട എന്ന കണ്ണും നല്ലതല്ല. അപ്പൊ ഒരു കൊച്ചൻ ദാസിയുടേത്, ഒന്ന് അനിഷ്ടയുടെ, ഒന്ന് അനിഷ്ടയുടെയും ഒന്ന് ദാസിയുടെയും. ഹീനതയാ. സെബൂലൂനും നഫ്താലി. ഇവര് പൊതുസഭ കൂടുമ്പോഴല്ല ഈ പിള്ളേരെ ആ വിധത്തിലൊക്കെ കാണുകയും സംസാരിക്കുകയൊക്കെ ഉള്ള. നമ്മള് എത്ര അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇവര് കൂടുമ്പോ പറയും എന്തോ സൂത്രക്കാരാന്നറിയാം. ഇരിക്കുമ്പോഴാ പറഞ്ഞേ രണ്ടും ഒന്നിച്ചാ. സ്തോത്ര സ്തോത്ര ദാസി, സ്തോത്രവും ദാസി ഒന്നിച്ചാ പറയുന്നത്. ദാസിയുടെ ആണ്. ഒന്ന് ദാസിയുടെ, 2 അനിഷ്ടയുടെ. 2 പരുവക്കേടുകാരാ. ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. നഫ്താലിയും സെബൂലൂനും. ഇവർക്ക് കൊടുത്ത ദേശവും അങ്ങനെ തന്നെ. ഹീനതയുള്ള ദേശം, തിമിരമുള്ള ദേശം, കഷ്ടതയുള്ള ദേശം. ആ 9ന്റെ 1 വായിച്ചേ. എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്ത്, ഈ ദേശത്തിന്റെ നഫ്താലിയുടെയും സെബൂലൂന്റെയും ആ കൊടുത്ത സ്ഥല കഷ്ടത, പിന്നെ തിമിരം. പിന്നെ പണ്ടവൻ സെബൂലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിന് ഹീനത. അപ്പൊ കഷ്ടത, തിമിരം, ഹീനത. പിന്നെ പിന്നത്തേതിൽ അവൻ കടൽ വഴി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കഷ്ടതയും ഇരുട്ടും തിമിരവും ഹീനതയൊക്കെ ഉള്ള സ്ഥലമായി നഫ്താലിക്ക് സെബൂലൂനും ഒക്കെ കൊടുത്തത്. കാരണം ഒന്ന് ദാസിയുടെ കൊച്ചനും ഒന്ന് അനിഷ്ടയുടെ കൊച്ചനുമാ. പക്ഷെ ഇവര് ഈ ഇങ്ങനൊക്കെ അപാകതകളും ന്യൂനതകളും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും ഈ 2 എണ്ണവും സമയം തക്കത്തിൽ ഉപയോഗിച്ചു. ഇവരെവിടെ സമയം തക്കത്തിൽ എല്ലാം വിസ്തരിച്ച് പോകാൻ കാര്യം. എന്നാലും ഇച്ചിരി സമയം എടുത്തേച്ചേ വിടുന്നുള്ളൂ. പിന്നെ പാട്ടും പാടണോ? പാടാമല്ലോ, കൊള്ളാം. പാട്ടൊക്കെ കയ്യിരിക്കുക. ഞാൻ പിന്നെ അങ്ങ് അടങ്ങിയിരിക്കുന്നേ ഉള്ളൂ. ദൈവത്തിന്റെ മഹത്വം. പ്രൈസ് ദി ലോർഡ്. പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട, പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട, വെള്ളത്തല മൂടി വെള്ളയം പഞ്ഞി പോൽ. പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട, വെള്ളത്തല മൂടി വെള്ളയം പഞ്ഞി പോൽ.
പൊൻവിളക്കേനുള്ളിൽ പൊൻകജയും പൂണ്ട വെള്ളത്തല മൂടി വെള്ളയ പഞ്ഞി പോൽ പൊൻവിളക്കേനുള്ളിൽ പൊൻകജയും പൂണ്ട 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 വെള്ളത്തല മൂടി വെള്ളയം പഞ്ഞി പോ വെള്ളോട്ടുല തന്നിൽ കാച്ചി പഴുപ്പിച്ച് വെള്ളക്കുതിര പുറത്തേറി വരുന്ന പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ. അപ്പൊ ശ്രദ്ധിക്കുക, ഒന്ന് ദാസികയുടെ മകൻ, ഒന്ന് അനിഷ്ടയുടെ മകൻ. രണ്ട് പിള്ളേരും സമയം തക്കത്തിൽ ഉപയോഗിച്ചു. യോശുവയുടെ കാലത്ത് ദേശം പകുത്തു കൊടുത്തപ്പോൾ ഇരുട്ടുള്ള സ്ഥലം, തിമിരമുള്ള സ്ഥലം, ഹീനതയുള്ള സ്ഥലം, അന്ധതയുള്ള സ്ഥലമായി നിങ്ങൾക്ക് കിട്ടിയതും. പക്ഷെ രണ്ടുപേര് സമയം തക്കത്തിൽ ഇതൊക്കെ ഈ ഭാഗം എടുത്ത് മണിക്കൂറുകൾ എടുത്ത് പറയേണ്ട ഭാഗമാണെങ്കിലും പെട്ടെന്ന് അങ്ങ് പറയാം. ദൈവത്തിന് മഹത്വം. സമയം തക്കത്തിൽ ഉപയോഗിച്ചത് ഈ സീസരെ എന്ന് പറയുന്ന ഒരുത്തൻ വന്ന് ഇസ്രായേലിനെ വർഷങ്ങളായിട്ട് ഉപദ്രവിച്ചു. യാബീന്റെ സേനാപതി സീസരെ, അവന് 900 ഇരുമ്പ് രണം അങ്ങനെയൊക്കെയാ കൊടുത്തു. 900, അത് വലിയ ക്രെഡിറ്റാ പറഞ്ഞത്. 900. ചില ആൾക്കാർ സഭയുടെ, ഞങ്ങളാണ് ഇവിടുത്തെ ഇന്ത്യയിലെ നമ്പർ 1 ഇന്ത്യൻ പെന്തിക്കോസ്. അടുത്ത കക്ഷികൾ, ഞങ്ങളാണ് വേൾഡിൽ വന്ന് അസംബ്ലി സെക്രട്ടറി. ഓരോരുത്തരും ചുമ്മാ പുകഴുക. അടുത്ത ആൾക്കാർ, ഞങ്ങളാണ് വേൾഡിന്റെ ചർച്ചക്കാർ. അടുത്ത പുള്ളിക്കാര്, ഏത് ഗോഡുണ്ടെങ്കിലും കൊള്ളാം, ഞങ്ങളാണ് മണവാട്ടി സഭ. ഞങ്ങളെ വല്ല കടന്ന് ഇവനെ പറ്റിയും പറയുന്നിടത്തെല്ലാം 900. ഞാനൊരു കാര്യം പറയാം, മജനത്തിന്ന 900 ഇരുമ്പുരതയുള്ള പുള്ളി അവസാനം ഒരു രഥവും ഇല്ലാതെ കാൽനടയായിട്ട്. ഞാൻ തന്റെ ജ്ഞാനത്തിലും ധനവാൻ തന്റെ ധനത്തിലും ബലവാൻ തന്റെ ബലത്തിലും ഒന്നും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നെങ്കിൽ കാൽവരി ക്രൂശിൽ പ്രശംസിക്കണം. എനിക്ക് നിനക്കും വല്ലവും പുകഴാനുണ്ട്, കാൽവരി ക്രൂശിലാണ്. വിവരിക്കുന്നില്ല. 900 ഇരുമ്പുരതമായിട്ട് ഇസ്രായേലിനെ പീഡിപ്പിക്കാൻ വന്ന അവനെ എന്തിനേറെ ഇങ്ങനെ ഇവൻ യുദ്ധം വന്നപ്പോൾ ഈ അക്കാലത്ത് ന്യായപാലനം നടത്തുന്ന ഒരു അമ്മാമ ആരാ? ലപ്പീദോത്തിന്റെ ഭാര്യ ദെബോരാമാമ. ലപ്പീദോത്തും ദെബോരയും വാക്കിന്റെ അർത്ഥം തീപ്പന്തവും തേനീച്ച. തീപ്പന്തോ, അയ്യോ അത്ര 2 എണ്ണം വീട്ടിലുണ്ടെങ്കിൽ അമ്മാമ തീപ്പന്തോ അച്ചായൻ ന്യായപാലനം ചെയ്യുകയാണ്. പെട്ടെന്ന് ദെബോരയോട് ദൈവാത്മാവ് പറഞ്ഞു, നീ ബാരാക്കിനെ വിളിച്ചു പറയണം, താബോർ മലയിലോട്ട് വാ, സീസറയെ നിന്റെ കയ്യിൽ തരാൻ പോവാ. 900 ഇരുമ്പരഥമായിട്ട് ഭീഷണി മുടക്കുന്ന യവനെ നിന്റെ കയ്യിൽ തരാൻ പോവാ. ബാരാക്ക് എല്ലാരെയും വിളിച്ച് ആരും പോകുന്നില്ല യുദ്ധത്തിന്. കാരണം സീസറയായി എതിരാളി. എല്ലാവരും പേടിച്ച് നാടൻ ഭാഷ പറഞ്ഞാൽ ഷെഡിൽ കയറുക. ആരൊക്കെ പോയി ആരൊക്കെ പോയില്ല, പോയവരെങ്ങനെ പോയി, ചെന്നവൻ എങ്ങനെ ഇരുന്നു, അതെല്ലാം പുസ്തകത്തിലുണ്ട്. വായിക്കാമോ? 5:13 മുതൽ ഓടിച്ചു വായിച്ചോ. എല്ലാം വിസ്തരിക്കാൻ നേരമില്ല. 5:13 മുതൽ വായിര്. ന്യായാധിപന്മാർ അന്ന് ശ്രേഷ്ഠന്മാരുടെ ചിട്ടവും പടജനവും എനിക്കായിട്ട് ഇറങ്ങി വന്നു. വീരന്മാരുടെ മധ്യേ യഹോവയും എനിക്കായിട്ട് ഇറങ്ങി വന്നു.
എബ്രാഹിമിൽ നിന്ന് അമാലേക്കിൽ വേരുള്ളവരും ബെന്യാമീനെ നിന്റെ പിന്നാലെ നിന്റെ ജനസമൂഹത്തിൽ നിന്ന് മാഗിയിൽ നിന്ന് നായക ദണ്ഡധാരികളും മാഗിയിൽ നിന്ന് അധിപന്മാരും സെബുലൂനിൽ നിന്ന് നായക ദണ്ഡധാരികളും വന്നു. രൂപേന്റെ നീർച്ചാലുകൾക്കെതിരെ കനമേറിയ മനോനിർണയങ്ങൾ ഉണ്ടായി. ആട്ടിൻ തൊടുത്തുകൾക്കെതിരെ കുടലൂത്ത് കിടക്കുവാൻ നീ തൊടുത്തുകൾക്കിടയിൽ താമസിച്ച് കിടക്കുന്നത് എന്ത്? നീ രൂപേന്റെ നീർച്ചാലുകൾക്കെതിരെ കനമേറിയ മനോനിർണയങ്ങൾ ഉണ്ടായി. പിന്നെ ഗിലിയാദ് യോർദാനക്കരെ പാർത്തു. ദാൻ കപ്പലുകൾക്ക് അരികെ ചേർന്നിരുന്നു. പിന്നെ ആശേര് സമുദ്രതീരത്തെ അനങ്ങാതിരുന്നു. ആ തുറമുഖങ്ങൾക്കകത്ത് പാർത്തുകൊണ്ടിരുന്നു. സെബുലൂൻ പ്രാണനെ ത്യജിച്ച ജനം നഫ്താലി പോർക്കളമേടുകളിൽ തന്നെ. പിന്നെ രാജാക്കന്മാർ വന്ന് പൊരുതെ ദാനാക്കിൽ വെച്ച് മെഗിത്തോ വെള്ളത്തിനരികെ വെച്ച് വന്ന് പൊരുതി. വെള്ളി അങ്ങ് അവർക്ക് കൊള്ളയായി തീർന്നു. അടുത്ത വാക്യം, ആകാശത്തിൽ നിന്ന് നക്ഷത്രങ്ങൾ പൊരുതി അവ സീസരയുമായി സുഗതികളിൽ പൊരുതു. പിന്നെ ഗീശോന്തോടെ പുരാതന നദിയാൻ ഗീശോന്തോടെ തള്ളി അവരെ ഒഴുക്കിക്കൊണ്ടുപോയി. എൻ മനമേ നീ ബലത്തോടെ നടകൊള്ളുക. അന്ന് വൽഗിതത്താൽ ശൂരവൽഗിതത്താൽ കുതിരക്കുളമ്പുകൾ ഖട്ടനം ചെയ്തു. പിന്നെ എല്ലാം നേരമില്ല സമയമില്ലാത്തതുകൊണ്ട് ഞാനങ്ങ് അടങ്ങുക. അല്ലാതെ പിന്നെ ഇങ്ങം വരെ പോകാന്ന. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ യുദ്ധത്തിൽ എല്ലാവരും ഒന്നും പോയില്ല. രൂപന്റെ നീർച്ചാലുകൾക്കരികെ കനമേറിയ ഇവൻ പോകുന്നില്ല. ഇവൻ കണക്ക് കൂട്ടിയിരിക്കാൻ. നമ്മൾ ഈ യോഗത്തിന് പോയാൽ നമുക്ക് എന്തുകൊണ്ട് ലാഭം? നമ്മൾ വണ്ടി എടുത്താൽ മിക്കവാറും അങ്ങയിലെ എലിമാമിയും ജോർച്ചാനും വരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ദിവസമേ നീ വരണ്ട, ഞാൻ സ്കൂട്ടറെ കണക്ക് കൂട്ടല. ഉടനെ അപ്പുറത്തുകാര് ജോർജ് കുട്ടി നിങ്ങൾ വൈകിട്ട് പൊന്നച്ചാൻ്റെ വീട്ടിലെ യോഗത്തിന് പോകുന്നുണ്ടോ? അപ്പൊ ജോർജ് കുട്ടിക്ക് മനസ്സിലായി നമ്മുടെ വണ്ടിയെ വരാനാ. ഉടനെ ജോർജ് കുട്ടി, അമ്മാമ്മ ഇതുവരെ ഒരു തീരുമാനത്തിൽ കനമേറിയ മനോനിർണയങ്ങള് കണക്ക് കൂട്ടുക. ഉടനെ ചെന്നാൽ സ്വോത്ര കാണിച്ച ഉണ്ടോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു കാര്യം ചെയ്യുക. കഴിഞ്ഞ് തീരുമ്പോ നമുക്ക് അല്ല. ഇപ്പൊ അങ്ങനല്ലേ? ഇപ്പൊ കൺവെൻഷൻ ചെന്നാലും സ്വോത്ര കാഴ്ച ഇവിടെ ഇല്ലായിരുന്നു. നന്ദി ചിലടത്ത് ചെന്ന് കഴിഞ്ഞാൽ 2-3 സ്വോത്ര കാഴ്ച. വലിയ ഈ പൂലാന്തേവിയുടെ കൊള്ളസംഘത്തിൽ ചെന്ന പോലെ. ആദ്യം ഒന്നെടുത്തു, രണ്ടാമതൊന്നെടുത്ത്. ഈ എടുക്കുന്നവനെല്ലാം കോടികളുള്ളവന്മാരാ, കോടിക്കണക്കിന്. പിന്നെ ഇരുന്നങ്ങ് പിരിക്കുക. ആന്നെന്ന് നിങ്ങൾ എന്നെ എന്നെ നോക്കി പേടിപ്പിക്കുന്നേ. സ്തോത്രം, കോടിക്കണക്കിനുണ്ട്. കൊടുക്കുകയല്ല, അവന് ഇരുന്ന് കരയുക. അയ്യോ കൺവെൻഷൻ നിന്നോട് ആര് പറഞ്ഞടാ നടത്താൻ? കിടന്നങ്ങ് തെണ്ടുക. തായോ തായോ തായോ. അതുകൊണ്ട് ഇപ്പം വിശ്വാസികൾ ചെല്ലുന്നതെന്നറിയോ? സ്വോത്ര കാഴ്ച കഴിഞ്ഞ് നമുക്ക് സ്വോത്ര കാഴ്ച 7 മണി 7:30 ആകുമ്പം തീരും. അതുകൊണ്ട് ഇപ്പൊ ഉപദേശിമാരും മിടുക്കന്മാരാ. പ്രസംഗത്തിനിടയിലാ സ്വോത്ര കാഴ്ച. ഒരു തരത്തിൽ നിന്നെ ജീവിക്കാൻ അനുവദിക്കുകയല്ല. കനവേറിയ മനോനിർണയം. ആട്ടിൻകൂട്ടങ്ങൾക്കരികെ ആട്ടിൻതോട്ടത്തുകൾക്കരികെ കുടലൂത്ത് കേൾക്കാൻ ഇവനിങ്ങനെ കിടക്കാൻ നിർണയിച്ചേ. വിവരിക്കുന്നില്ല. പിന്നെ ഈ എബ്രാഹിമിന്റെ വേര് അമാലേക്കിൽ ഇറങ്ങിയെന്ന് അങ്ങനെ അടിച്ചേക്കുന്ന അല്ലേ? എബ്രാഹിമിൽ നിന്ന് അമാലേക്കിൽ. അമാലേക്ക് ജഡമാ. എബ്രാഹിമിന്റെ വേര് ജഡത്തിലായി. അപ്പം കൈ വണച്ചു വെച്ച് പണ്ട് അനുഗ്രഹിച്ചതാ. മനുഷ്യക്ക് മുമ്പനാക്കിയതാ. ഇരട്ടി അനുഗ്രഹം പ്രാപിച്ചത് ഇപ്പൊ ജഡത്തിലിറങ്ങി. ഇപ്പൊ അവൻ കൈ അടിക്കത്തില്ല, പാട്ട് പാടുകയില്ല, സ്വോത്രം ചെയ്യത്തില്ല. ജഡത്തിലാ. പണ്ട് ഉപവസിച്ചവനാ. ഇപ്പോൾ പറയുന്നത് ഡോക്ടർ പറഞ്ഞു മസ്റ്റായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ജഡത്തിലാ. പണ്ട് സഭായത്തിന് വരുമ്പോ ഇവൻ ഒന്നും കഴിക്കാതാ പണ്ട് വരുന്ന സഭായത്തിന്. ഇപ്പം രാവിലെ നല്ല എടുപ്പെടുത്തേച്ച് ചേര പന്നിയലിയ വിഴുങ്ങിയതുപോലെ വന്നിരിക്കുക. എന്നിട്ട് ഇവൻ അങ്ങ് തൂക്കോ മയക്കോ. നമ്മൾ ചോദിക്കാൻ പറയും ഷുഗറാ. സ്തോത്രം. പണ്ട് അങ്ങനല്ല. പണ്ട് കുഞ്ഞുങ്ങൾക്ക് പോലും രാവിലെ കൊടുക്കത്തില്ല. പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞ് കുളിച്ചൊരുങ്ങി അവൻ സ്തോത്രം വേദപുസ്തകമൊക്കെ എടുത്തുകൊണ്ട് യോഗത്തിന് വരിക. ആ കൊച്ചുങ്ങൾക്കൊന്നും ഒരു ദോഷവും വന്നിട്ടില്ല.
ഒരെണ്ണം മാകോന്നിരിക്കുന്നുമില്ല. ഒരെണ്ണം എൻ്റെ ഭാഷ പറഞ്ഞ ഒരൊറ്റ പേടായിട്ടുമില്ല. എല്ലാം മെച്ചം. ഇപ്പൊ നീ രാവിലെയും കൊടുത്ത് ഉച്ചയ്ക്കും കൊടുക്കാന്നിട്ട് എന്നിട്ട് കൊരാന്നല്ലേ ഇരിക്കുന്നേ. ഒരെണ്ണം കൈയടിക്കുവോ? ഒരെണ്ണം സ്തോത്രം പറയുവോ? ഒരെണ്ണത്തിന് ചോവിനെ കൊള്ളുവോ? ദൈവത്തിന് മഹത്വം. ജഡത്തിലിറങ്ങിയെന്ന് നമ്മൾ ചോദിക്കല്ലേ, മുടിരാത്രി പ്രാർത്ഥനയുണ്ട് വരുമോ? എന്തുവായി പറഞ്ഞ അങ്ങനൊന്നും ഉറക്കം വളയ്ക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് 9:30 9:30 അല്ല അമ്മാമ്മയോട് നമ്മൾക്ക് അമ്മാമ്മയോ മുടിരാത്രി പ്രാർത്ഥന ഫാസ്റ്റ് എനിക്ക് അങ്ങനെ ഉറക്കം വളയ്ക്കാനെന്ന്. അങ്ങനെ നമ്മൾ മോളെ കല്യാണം കഴിച്ചു, ദൈവം കൃപ ചെയ്ത് അവൾ പ്രഗ്നന്റ് ആയപ്പോൾ അവൾക്ക് പെയിൻ ഉണ്ടായി. സമയമായപ്പോഴേ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അമ്മയും ചെന്നൊരു കൂടിന്റെ കുടുംബിക്കും പിടിച്ചോണ്ട് അവിടെ ചെന്ന് അവളെ അകത്തോട്ട് കയറിയപ്പോൾ അമ്മ ഇങ്ങനെ നോക്കി നിൽക്കുക ആ കണ്ണാടി കൂടെ. അപ്പൊ ഹെഡ് നേഴ്സ് വന്ന് പറഞ്ഞു, ആരാ? ഞാൻ പിന്നെ ബ്ലസ്സിയുടെ മമ്മിയാ, അവിടെ ഇരിക്കും, പോകരുത്. ആ സന്ധ്യക്ക് എന്നതാ ബ്ലസ്സിയുടെ മമ്മി ആണ്ടിരിക്കുന്നത്. 8:30 9:30 രാത്രി 10:00 11:00 ഒരു നേഴ്സ് വന്നപ്പോൾ സിസ്റ്റർ എന്തുവാ ഒന്നും പറയാറായിട്ടില്ല, അവിടെ ഇരിക്കും, പോകരുത്. ഇല്ല പോകുന്നില്ല. മുടിരാത്രി പ്രാർത്ഥനയ്ക്കല്ലേ തള്ളക്ക്? തുറന്ന് പറ. ദൈവത്തിന്റെ മഹത്വം. രാത്രി 2:30 ചോദിച്ചു, സ്തോത്ര സിസ്റ്റർ എങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ല, അവിടെ ഇരിക്കെ. നിന്നെ ഇരുത്തും അവിടെ. പൂജ്യം കൊണ്ട് നടക്കുന്ന നേഴ്സ് പറയാ കുത്തും ഇരിയടി എന്ന് പറഞ്ഞ അവിടെ ഇരുത്തും നിന്നെ. അത് ദൈവം ഇരുത്തുന്നതാ. എന്തുവാ രണ്ടുപേരും ചെവി പറഞ്ഞ് ഈ പുള്ളി ഇപ്പോഴെങ്ങ് നിർത്തുകയല്ലെന്നാണോ? എന്തുവാ പറഞ്ഞേ? കുഴപ്പം എനിക്ക് ദോഷമൊന്നും അല്ലല്ലോ. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞുടനെ അവര്. അപ്പൊ ശ്രദ്ധിക്കുക, ഇരുത്തും. രാവിലെ 5 മണിയായിട്ടും പ്രസവം നടന്നിട്ടില്ല. പിന്നെ രാവിലെ 6:30 7:30 8:30 10:00 പറയാ മെയിൻ ഡോക്ടർ വന്ന് നോക്കട്ടെന്ന്. മെയിൻ ഡോക്ടർ വന്നപ്പം പറയാ ഇന്ന് പേരില്ല, ഇന്ന് കീറാന്ന്. ഞാൻ നാടൻ ഭാഷ പറയാ ഇന്ന് പേരില്ല, ഇന്ന് കീറുക. 12:00 കീറി തള്ളയുടെ കൈ കൊണ്ട് കൊച്ചിനെ ഒരു ഉമ്മയും ഉറക്ക വളച്ച ഒരു ഉമ്മ. അല്ല ഇത് കണ്ടാലെങ്കിലും പഠിക്കേ. മുടിരാത്രി പ്രാർത്ഥനയ്ക്കല്ലേ നിനക്ക് ഇരിക്കാൻ പറ്റാത്തേ? ഇത് മുടിരാത്രി മൊത്തം ഇരുത്തി ഹാഫ് ഡേയും കൂടി ഇരുത്തി. ഒരു ഇംഗ്ലീഷ് തെറ്റിയോ? പിന്നെ നിങ്ങൾ എന്നാ? എനിക്ക് ഇംഗ്ലീഷ് പറയാമല്ലോ, നിങ്ങൾക്കേ പറയാവുള്ളൂ. ദൈവത്തിന് മഹത്വം. ആമേൻ. നിന്റെ മനോനിർണയം ഉണ്ടല്ലോ, ജഡത്തിൽ വേരിറങ്ങിയെന്ന് പലരും പോയി ഗുണമൊന്നും വന്നില്ല. ആമേൻ സ്തോത്രം. ഒരുത്തൻ ചെന്ന് അനങ്ങാതിരുന്നെന്ന അങ്ങനൊരു വാക്യമുണ്ടല്ലോ. അങ്ങനല്ലേ അനങ്ങാതിരുന്നെന്ന് ഒരു വാക്യമുണ്ട്. ആശേർ സമുദ്ര തീരത്ത് വായിച്ച സഹോദരി ആ പുള്ളി യോഗത്തിന് വരും, അനങ്ങുകയല്ല. എല്ലാ യോഗത്തിനും വരും, മെയിൻ സീറ്റാ കയറി ഇരിക്കും, അനങ്ങുകയല്ല. അമ്മാമ്മയ്ക്ക് ആളിനെ പിടികിട്ടി. അമ്മാമ്മയ്ക്ക് മനസ്സിലായി ഞങ്ങളുടെ അച്ചായൻ അല്ലെങ്കിൽ ഇന്നെ ആക്ക് ഇന്ന് കൊണ്ട്. അതല്ലേ ചിരിയുടെ അർത്ഥം. ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നിട്ടും പുള്ളിക്ക് പിടികിട്ടുന്നില്ലെന്നുള്ളതാ അതിന്റെ അർത്ഥം. ദൈവത്തിന് മകൻ അനങ്ങാതെ വന്നിരിക്കുക. ചിലര് യോഗത്തിന് വന്ന് അനങ്ങല, ആശീർവാദത്തിന് ഇരിക്കുക. ചിലർ അനങ്ങത്തില്ല, പ്രാർത്ഥനയ്ക്ക് ഇരിക്കുക. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയാ, ചില ഉപദേശിമാരുടെ ഒരു സൂക്കേട്, ഇവര് പ്രസംഗിക്കുമ്പോ എല്ലാരും ഇളകണം. വേറൊരാൾ പ്രസംഗിക്കോ പാടുക ചെയ്താ ഇവർ അനങ്ങുകയല്ല. എടാ വിതച്ചാലേ കൊയ്യൂ, ബഹുമാനം കൊടുത്താലേ ബഹുമാനം കിട്ടൂ. ദൈവം ഞാൻ പ്രാഗൽഭ്യത്തോടെ പറയാ, ഞങ്ങളുടെ സഭയിൽ ഒരു പിള്ളേരാണെന്ന് വാക്യം പറഞ്ഞാൽ ഞാൻ വായിച്ചു കൊടുക്കും. ഞാൻ വലിയ പുള്ളിയായിട്ടൊന്നുമല്ല, വായിച്ചു കൊടുക്കും. പാട്ട് പാടി അറിയാവുന്ന പാടാണോ ഞാൻ പാട്ടും, സ്തോത്രം പറയും. അല്ല ചുമ്മാ കാര്യം മയിൽ കുറ്റിയിരിക്കുമ്പോൾ ഇരിക്കുക. എന്തിനാടാ വന്നിരിക്കുന്നേ? കൈ പഠിക്കത്തില്ല, പാടുകയില്ല, പ്രാർത്ഥികയില്ല, ചുമ്മാ ആട്ടുകല്ല് വന്നിരിക്കുമ്പോൾ ഇരിക്കുക. അങ്ങനെ ഒന്നും ഇരുന്നിട്ട് വലിയ കരയില്ല. ദൈവത്തെ ഈ രോഗികളും പ്രായമുള്ളവരുണ്ട്, അവരുടെ കാര്യമല്ല പറഞ്ഞേ. രോഗികൾക്കും പ്രായമുള്ളവർക്കും ഒത്തൊന്നു വരിക. ഒരു കുഴപ്പവുമില്ലാത്ത നീയേ ആള് കളിച്ചു വായും പൂട്ടി കയ്യും കെട്ടിയിരിക്കരുത്. വിടിവെച്ച ദൈവത്തിന് മഹത്വം കൊടുക്ക. ആശേർ സമുദ്ര തീരത്ത് അനങ്ങാതിരുന്ന് വിസ്തരിക്കുന്നില്ല. പക്ഷെ നഫ്താലിയും സെബുലൂനും പ്രാണനെ ത്യജിച്ചു.
അവര് ബാരാക്കിന്റെ കൂടെ താബോർ മലയുടെ മുകളിൽ കയറി ദൈവത്തെ അങ്ങോട്ട് ആരാധിക്കാൻ തുടങ്ങി. ഇവർ ദൈവത്തെ ആരാധിച്ചപ്പോൾ നക്ഷത്രം പൊരുതി എന്ന വാക്യം എന്ന് പറഞ്ഞാൽ താബോർ മലയുടെ മുകളിൽ നഫ്താലിയും സെബുലൂനും തന്റെ സാഹചര്യം നോക്കാതെ ദൈവത്തെ ആരാധിച്ചപ്പോൾ ദൈവം തമ്പുരാൻ ദൂതനെ ഇറക്കി. നക്ഷത്രം പൊരുതി എന്ന് പറഞ്ഞാൽ ഇവർക്ക് വേണ്ടി ദൈവം ദൂതനെ ഇറക്കി. ദൂതന്മാരുടെ വാസം നക്ഷത്രമണ്ഡലത്തിലാണ്. ഇവർ ദൈവത്തെ ആത്മാവിൽ ആരാധിച്ചപ്പോൾ ഇവർക്ക് വേണ്ടി ദൈവം ദൂതനെ ഇറക്കി. ഇന്ന് രാത്രി നീ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ, നീ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, നിന്റെ കുടുംബത്തിനകത്ത് ദൈവം ദൂതനെ ഇറക്കും. നിന്റെ ഭവനത്തിൽ ഇന്ന് രാത്രി ദൂരം ചെല്ലും. വെട്ടേണ്ടതിനെ വെട്ടി ദേശത്ത് ദൈവം ദൂതനെ ഇറക്കും. ദേശത്തിന്റെ അധിപതിയെ, ദേശാധിപതികളുടെ ശക്തികള് ജനത്തെ വിടാലവണ്ണം, ജനത്തെ തടഞ്ഞു വെക്കുന്ന, ജനത്തെ പിടിച്ചു വെക്കുന്ന ദുഷ്ട അധിപതികളുടെ മേൽ ഇന്ന് രാത്രി ദൈവ ദൂതനെ ഇറക്കും. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഈ കൈപ്പറ്റൂര് ജനം രക്ഷിക്കപ്പെടാതിരിക്കുവാൻ, ജനം മുൻപോട്ട് വരാതിരിക്കുവാൻ ദേശത്തിന്റെ പള്ളക്കാടിനെ വടക്കിനോട് തരികാനും തെക്കിനോട് തടുത്തു വെക്കരുതെന്ന് അരുളി ചെയ്ത ദൈവത്തിന്റെ ആത്മാവിന്റെ വ്യാപാര ശക്തി അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക്. ദേശത്തിന്റെ പോർ ഇന്ന് രാത്രി അടിയട്ടെ. ദേശാധിപതികളുടെ ശക്തി ഇന്ന് രാത്രി അടിഞ്ഞു മാറട്ടെ. അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഇന്ന് രാത്രി ദൈവം ദൂതനെ ഇറക്കും. ഇന്ന് രാത്രി ദൈവം ദൂതനെ ഇറക്കും. നിന്റെ കുടുംബത്തിനകത്ത് ദൈവം ദൂതനെ ഇറക്കും. നിന്റെ തലമുറ ആയിരിക്കുന്നിടത്ത് ഇന്ന് രാത്രി ദൈവം ദൂതനെ ഇറക്കും. ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതല്, ആത്മാവിൽ ബലപ്പെടുന്ന ദൈവത്തിന്റെ പൈതല് ഇന്ന് രാത്രി ഈ രാത്രി രോഗശാന്തി ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിടുതൽ. ഈ രാത്രി ദൈവം ദൂതനെ ഇറക്കട്ടെ. ഇത് സുപ്രസാരകാലമാ, ഇത് രക്ഷാദിവസമാ. ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Oh Jesus. കരമുയർത്തി ദൈവത്തെ തുതിക്ക്. നഫ്താലിയും സെബൂലൂനും സമയം തക്കത്തിൽ ഉപയോഗിച്ചു. എബ്രാഹിമിന്റെ പേര് അമാലേക്ക് ജഡത്തിൽ ഇറങ്ങി. രൂബൻ കണക്ക് കൂട്ടിയിരുന്നു. ആശേർ അനങ്ങാതിരുന്നു. നഫ്താലിയും സെബൂലൂനും ചാടി ആരാധനയ്ക്ക് വന്നു. അവര് സമയം തക്കത്തിൽ. ഒരു കാര്യം കൂടെ പറയാം. ആ ഭാഗത്ത് ദാവീദ് ഓബേദ് ഏദോമിന്റെ വീട്ടിൽ നിന്ന് പെട്ടകം കൊണ്ടുവരിക. ചരിത്രമൊന്നും പറയുന്നില്ല. ആ പെട്ടകം ഇങ്ങനെ കൊണ്ടുവന്ന് 6 ചുവട് വെച്ച പോലെ യാഗം. ആദ്യത്തെ പോക്ക് കുഴഞ്ഞു പോയി. 30,000 ബിരുദന്മാരുമായിട്ടാണ് പോയത്. കാള ഇളകി, വണ്ടി ഇളകി, ഉസാ വട്ടം പിടിച്ചവൻ തട്ടിപ്പോയി. രണ്ടാമത്തെ പോക്ക് വിശുദ്ധന്മാരുമായിട്ടാണ്. ഓബേദ് ഏദോമിന്റെ വീട്ടിൽ ചെന്ന് 3 മാസമേ ഇരുന്നുള്ളൂ. എന്തിനാ ഒത്തിരി ഇരിക്കുന്നത്? ചുമ്മാ വന്ന് മെനക്കെട്ടിരിക്കുന്നതിൽ നല്ലത്. സ്തോത്രം. ചില പറഞ്ഞ വർഷങ്ങളായിട്ട് ഇരിക്കുക. എന്തിനാ 3 മാസം ആ പെട്ടകം ഇങ്ങനെ എടുത്തുകൊണ്ട് വരിക. 850 ലേവ്യര്, യദുദൂൻ, ഹേമാൻ, ആസാഫ്. ആസാഫ് തലവനാ. ദാവീദും ഉണ്ട്. പഞ്ഞിനൂലങ്കി കൊണ്ടുള്ള അങ്കിയൊക്കെ ധരിച്ച് ഈ പെട്ടകം ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അതിനെപ്പറ്റിയ കൊണ്ടുവരുമ്പോൾ 68-ാം സങ്കീർത്തനത്തിന്റെ 24-ാമത്തെ വാക്യം മുതൽ വായിച്ചാണ്ട താള് മറിക്കുമ്പോ ഇടത്ത് വശത്ത് താഴെ വായിരും. പെട്ടെന്ന് 68-24. ദൈവമേ അവർ നിന്റെ എഴുന്നള്ളത്ത് കണ്ടു. ദൈവമേ അവർ നിന്റെ എഴുന്നള്ളത്ത് കണ്ടു. എന്റെ ദൈവവും രാജാവുമായവന്റെ വിശുദ്ധ മന്ദിരത്തിങ്കിലേക്കുള്ള എഴുന്നള്ളത്ത് തന്നെ. അടുത്തത്, സംഗീതക്കാർ മുമ്പിൽ നടന്നു, വീണക്കാർ
പിമ്പി നടന്നു. തപ്പുകൊട്ടുന്ന കന്യകമാർ ഇരുപുറവും നടന്നു. ഇസ്രായേലിന്റെ ഉറവിൽ നിന്നുള്ളവരെ, ഇസ്രായേലിന്റെ ഉറവിൽ നിന്നുള്ളവരെ, സഭായോഗങ്ങളിൽ നിങ്ങൾ ദൈവമായ കർത്താവിനെ വാഴ്ത്തുവീൻ. അടുത്തത് അവിടെ അവരുടെ നായകനായ ചെറിയ ബെന്യാമീനും യഹൂദ പ്രഭുക്കന്മാരും അവരുടെ സംഘവും സെബൂലൂൻ പ്രഭുക്കന്മാരും നഫ്താലി പ്രഭുക്കന്മാരും മതി സെബൂലൂൻ പ്രഭുക്കന്മാരും നഫ്താലി പ്രഭുക്കന്മാരും ഈ കൂടെ ഉണ്ടെന്ന്. ഏത് കൂടെ? പെട്ടകം ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ ദാവീദ് ഇടംവലം നോക്കാതെ പൂർണ്ണ ശക്തിയോട് ദൈവത്തെ മഹത്വപ്പെടുത്തിയ കൂടെ നഫ്താലിയും സെബൂലൂനും ഉണ്ട്. ദാസിയുടെയും അനിഷ്ടയുടെയും പിള്ളാരാ. പക്ഷേ താബോർ മലയിൽ ആരാധിക്കാനുണ്ടായിരുന്നു. ദാസിയുടെയും അനിഷ്ടയുടെയും പിള്ളാരാ. പെട്ടകം വന്നപ്പോൾ അതുങ്ങളും കൂടെ ഉണ്ട്. ദൈവത്തിന് മഹത്വം പൂർണ്ണശക്തിയോടെ. ഇത് സ്വർഗം അങ്ങ് കുറിച്ചു വെച്ചു. നഫ്താലിയും സെബൂലൂനും സമയം തക്കത്തിൽ ഉപയോഗിച്ചു. അതുകൊണ്ട് ഒറ്റ ഇടയ്ക്കത്തെ അങ്ങ് വിട്ടേച്ച് പറയാം, സമയം പോയത് കൊണ്ടാ ഞാനങ്ങ് ഒതുങ്ങുക. ഇടയ്ക്ക് ഒത്തിരി പറയാനുണ്ട്, അതങ്ങ് വിടുക. ഈ ദാസിയുടെയും അനിഷ്ടയുടെയും പിള്ളാരാ. പക്ഷേ താബോർ മലയിൽ കയറി ആരാധിക്കാൻ പെട്ടകം കൊണ്ടുവന്നപ്പോൾ കൂടെ ഉണ്ട്. സ്വർഗം അത് കുറിച്ചു വെച്ചു. ഇതുങ്ങൾ രണ്ടും സമയം തക്കത്തിൽ ഉപയോഗിച്ചു. അതുകൊണ്ട് ഒറ്റ കാര്യം പറഞ്ഞു നിർത്താം. ഇവരുടെ ദേശത്തിന്റെ ഹീനത അങ്ങ് മാറ്റി, തിമിരവും മാറ്റി, അന്ധകാരവും മാറ്റി, ബലഹീനതയും മാറ്റി. മാറിയത് എപ്പോഴാന്ന് ചോദിച്ചാൽ ലോകരക്ഷകനാകുന്ന യേശു ക്രിസ്തുവിന്റെ, എൻ്റെ ഭാഷയാ, കന്നി പ്രസംഗം സെബുലൂന്റെ നഫ്താലിന്റെ അതിരില്ല. മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം അല്ലയോ? ഒന്ന് വായിച്ചേ, പെട്ടെന്ന് വായിര്. ഞാൻ തടവിലായി എന്ന് കേട്ടാറേ അവൻ ഗലീലയിലേക്ക് വാങ്ങിപ്പോയി. അടുത്തത് നസറേത്ത് വിട്ട് സെബൂലൂന്റെയും നഫ്താലിയുടെ അതിരുകളിൽ കടൽക്കരയുള്ള കവർന്നഭൂമിൽ ചെന്ന് പാർത്തു. സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരെയുമുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. സാക്ഷാൽ വെളിച്ചമായ യേശു ക്രിസ്തു. നിന്റെ കുടുംബത്തിന്റെ ഇരുട്ട് മാറണമെങ്കിൽ വെളിച്ചമാകുന്ന യേശു നിന്റെ വീട്ടിൽ വരണം. നിന്റെ ജീവിതത്തിന്റെ ഇരുട്ട് മാറണമെങ്കിൽ വെളിച്ചമാകുന്ന യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ദേശത്തിന്റെ ഇരുട്ട് മാറണമെങ്കിൽ വെളിച്ചമാകുന്ന യേശുവിനെ ദേശത്ത് ഉയർത്തണം. എന്റെ പൊന്നച്ചായ എന്തിയെ? പൊന്നച്ചാൻ എന്തിയെ? എനിക്കിന്നൊരു 12 മണി വരെ പ്രസംഗിച്ചാൽ കൊള്ളാന്നുണ്ട്. പേടിക്കണ്ട. പൊന്നച്ചാനൊക്കെ ഇയാളെ വിളിച്ചതിപ്പം മെനക്കേടായോ എന്നായിരിക്കും. ഒരു മെനക്കേടുമില്ല. ഇന്ന് രാത്രി ദൈവം ചിലരെ കണ്ടിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ദുഷ്കാലമാ. നഫ്താലിയും സെബൂലൂനും സമയം തക്കത്തിൽ ഉപയോഗിച്ചു. അതുകൊണ്ട് ഇരുട്ടും ഹീനതയും അന്ധതയും തിമിരമൊക്കെ മാറ്റി ലോകരക്ഷകനാകുന്ന യേശുക്രിസ്തുവിന്റെ കന്നി പ്രസംഗം നഫ്താലിയുടെ സെബൂലൂന്റെ അതിരില്ല. തുടക്കം അവിടെ. നീ ഒന്ന് സമയം തക്കത്തിൽ ഉപയോഗിച്ചേ, നിന്റെ സകല കെടുതി യേശു മാറ്റിത്തരും. നീ കൂടോത്രം ചെയ്യാനും പോകണ്ട, ക്ഷുദ്രത്തിനും പോകണ്ട, തിരുമേനെടുക്കലും പോകണ്ട, അയ്മേനെടുക്കലും പോകണ്ട, മെത്രാനെ കാണാനും പോകണ്ട, ചെമ്മാച്ചനെ കാണാനും പോകണ്ട, സെൻട്രൽ പാസ് എടുക്കലും പോകണ്ട, ചീഫ് പാസ് എടുക്കലും പോകണ്ട, പള്ളിക്കാവിലെ തള്ളെടുക്കലും പോകണ്ട, നീ മണർകാട്ടും പോകണ്ട, പരിമലയ്ക്കും പോകണ്ട, കുമ്പനാട്ടും പോകണ്ട. മുളക്കിട അത് കിട്ടുന്നില്ലടാ. അത് പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമാണ്. മുളക്കുടയിലും പോകണ്ട, പുനലൂരും പോകണ്ട, തിരുവല്ലായിലും പോകണ്ട, ഇപ്പൊ കോട്ടയത്തോട്ട് ഓടണ്ട, നീ എങ്ങും പോകണ്ട. നീ യേശുവിന് ഹൃദയം കൊടുക്ക്. യേശുവിന് സ്തോത്രം, ഹൃദയം കൊടുക്ക്. നിന്റെ തിമിരം മാറും, നിന്റെ അന്ധകാരം മാറും, നിന്റെ ഇരുട്ട് മുഴുവൻ മാറും. സാക്ഷാൽ വെളിച്ചമാ ക്രിസ്തു. ആ ക്രിസ്തുവിന് ഇടം കൊടുക്ക്. നിന്റെ സകല കെടുതി മാറുമെന്നായി പറഞ്ഞേ. മറ്റൊരുത്തനും നിന്റെ രക്ഷയില്ല. രക്ഷപ്പെടാൻ, രക്ഷിക്കപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, യേശു ക്രിസ്തു മാത്രം. സെബൂലൂനും നഫ്താലിയും ഇടം കൊടുത്തു. കന്നിപ്രസംഗം അതിരിൽ തുടങ്ങി. ഗലീല മുഴുവൻ
അയ്യോ, ആദ്യത്തെ വിടുതലിന്റെ ശുശ്രൂഷ അവിടല്ലേ നടന്നേ. വന്ന സകല രോഗികളും സൗഖ്യമാക്കി. നാനാവ്യാധികളാലും ബാധകളാലും മറിഞ്ഞവർ, ഭൂതഗ്രസ്തർ, ചാന്തരോഗികൾ, പക്ഷപാതക്കാർ വന്ന ഒറ്റയൊരുത്തം പോലും നിരാശയോടെ പോയില്ല. വന്നവനെല്ലാം പൂർണ്ണ വിടുതൽ. സ്തോത്രം. കുഷ്ഠരോഗികൾക്ക് നല്ല സൗഖ്യമേകി, ദൃഷ്ടി പോയവർക്ക് പാവാൻ കാഴ്ചയും നൽകി. നഷ്ടജീവനായ ലാസ 4 നാൾ കഴിഞ്ഞുയർത്തോ. ജനം അഞ്ചപ്പത്താൽ സിയോൻ മണവാളനെ, ശ്രീനരപതിയേ സിയോൻ മണവാളനെ, നാശപാത്രമായ ലോകം ആകെയുദ്ധരിപ്പതിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീനരപതിയേ സിയോൻ മണവാളനെ, ശ്രീനരപതിയേ സിയോൻ മണവാളനെ. ദുഷ്കൃതമഭിഷബാധ നീക്കുവാനായി തക്കയാഗമായി മരിച്ചു കുരിശിൽ നീ. ഇക്കഠിന ഭാവിയുടെ അക്രമത്തിനുള്ള ശിക്ഷ നിഷ്കളങ്ക നീ വഹിച്ചതാൽ നമിക്കുന്നേ സിയോൻ മണവാളനെ, കഠിന ഭാവിയുടെ അക്രമത്തിനുള്ള ശിക്ഷ നിഷ്കളങ്ക നീ വഹിച്ചതാൽ നമിക്കുന്നേ സിയോൻ മണവാളനെ, ശ്രീനരപതിയേ സിയോൻ മണവാളനെ. അരമയ്യത്ത് ദൈവത്തെ തുതിക്ക്. ഇനി ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ലേവി തക്കത്തിൽ ഉപയോഗിച്ചു, ശാപത്തെ അനുഗ്രഹമാക്കി. നഫ്താലിയും സെബുലൂനും സമയം തക്കത്തിൽ ഉപയോഗിച്ചു, ഹീനതയെ ഇരുട്ടും മാറ്റി. അവൻ ലോകരക്ഷകന്റെ കന്നിപ്രസംഗം അതിരിങ്കിലും തുടങ്ങി. സ്തോത്രം. ബാക്കി ഒരു 3 പോയിന്റ് ഉണ്ട്, അത് ഇന്ന് പറയുന്നില്ല. ഇപ്പം 9:30 ആയോ? മതി. ഗുണമാകാനാണ് ഇതൊക്കെ മതി. നീ 2 പോയിന്റ് കൂടെ കേട്ടേച്ചേ ഞാൻ ഗുണം വരുവുള്ളെന്ന് അങ്ങനെ നിർബന്ധം വല്ലതും ഉണ്ടോ? ഇല്ല, ഇത് മതി. ഗുണമാകാൻ ഇത് മതി. ഒരു കാര്യം പറയാം. ഏത് കൊലകം നിന്റെ വീട്ടിൽ അച്ഛൻ കാണും, മെത്രാൻ കാണും, കപ്പിയാര് കാണും, ചെമ്മാച്ചൻ കാണും, കൊച്ചച്ഛൻ കാണും. അച്ഛനും കച്ചൻ വരുന്ന നേരത്തൊക്കെ കൊച്ചച്ഛനോടി പരിയത്ത് പോകണമെന്ന സെൻട്രൽ പാസ്റ്റർ കണ്ടെന്ന് വരാം. IPCയുടെ മെയിൻ ആളാ, അതൊന്നും എനിക്ക് വിഷയമല്ല. അസംബ്ലീസ് ബോർഡിന്റെ മെയിനാ, ആയിക്കോട്ടെ. ഞങ്ങൾ ആ പള്ളിക്ക് സ്ഥലം കൊടുത്തത് കൈപ്പട്ടൂർ പള്ളി ഞങ്ങളുടെ വല്യപ്പൻ്റെ ആയിക്കോട്ടെ. കുരിശും തൊട്ടി ഞങ്ങളുടെ ഇടത്താ. IPC ഹോള് ഞങ്ങളുടെ പുരകിടത്തില്ല, ആയിക്കോട്ടെ. ഞങ്ങൾ ആ സഭയ്ക്ക് സ്ഥലം കൊടുത്തത് നല്ല കാര്യം, തിരിച്ചെഴുതണ്ട. ഞങ്ങൾ 5 ഫാൻ മേടിച്ചു കൊടുത്തു, നല്ല കാര്യം. ഉപദേശിമാർക്കല്ല ഞങ്ങളുടെ വീട്ടിലെ ശാപ്പാട്, നല്ല കാര്യം. ഞങ്ങളുടെ വീട്ടിൽ അച്ഛനുണ്ട്, ചെമ്മാച്ചനുണ്ട്, മെത്രാനുണ്ട്, തിരുമേനിയുണ്ട്. വട്ടശ്ശേരി തിരുമേനി ഞങ്ങളുടെ അമ്മയുടെ ബന്ധത്തിൽപ്പെട്ടത്, ആയിക്കോട്ടെ. മാർ ഇവാനിയോസ് ഞങ്ങളുടെ കുടുംബത്തിലെ, നല്ല കാര്യം. ബാബാ തിരുമേനി ഞങ്ങൾ ബന്ധമാ, നല്ല കാര്യം. ഞങ്ങൾ പകലോമറ്റമാ, ആയിക്കോട്ടെ. ഞങ്ങൾ ശങ്കരപുരി, ആയിക്കോട്ടെ. ഞങ്ങൾ കാളികാവ്, നല്ലത്. നീ സ്വർഗത്തിൽ പോകണമെങ്കിൽ രക്ഷിക്കപ്പെടണം. ഞങ്ങൾ കൈപ്പട്ടൂർ പള്ളിയുടെ മെമ്പറാ, ചാടിപ്പോരണ്ട, അവിടെ ഇരിക്കും. പക്ഷേ സ്വർഗത്തിൽ പോകണേ നീ രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെടണം. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. പോരാ, നീ വെള്ളത്തിൽ മുങ്ങി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മുങ്ങൽ സ്നാനം, മുഴുകൽ. ജോർജ് കുട്ടി മുങ്ങാറ കാര്യം നടക്കുകയല്ല. അമ്മാമ്മയെ മുങ്ങണം, യോഗത്തിന് മുങ്ങുന്ന കാര്യമല്ല പറഞ്ഞേ. സ്നാനപ്പെടണമെന്ന്, അഭിഷേകം പ്രാപിക്കണം. തമ്പറിന്റെ അടിക്കുമ്പോൾ ഇങ്ങനെ തവളയാടും പോലെ ഞെട്ടിയാ പോരാ. നീ ആത്മാവ് നിറഞ്ഞ അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇതാരുടെയും കുത്തകയല്ല, ദൈവത്തിന്റെ ദാനമാ. നീ പ്രാർത്ഥിക്ക്, ദൈവം നിനക്കും തരും. നിന്നെന്നൊക്കെ ചില ആൾക്കാർ പറയുന്നു, അവർക്ക് നിന്നായിരിക്കും, എനിക്ക് നിന്നിട്ടില്ല. തർക്കിക്കാനൊന്നും ഞാനല്ല, പക്ഷെ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളെ പൗലോസ് പറഞ്ഞ പോലെ നിങ്ങളെക്കാൾ എല്ലാവരെക്കാളും അധികം അന്യഭാഷ പറയുന്നതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നയാളാ. ഇത് നിന്നിട്ടില്ല, അഭിഷേകം പ്രാപിക്കണം. നീ വേർപാട് പാലിക്കണം. അപ്പോസ്തലിക ഉപദേശത്ത് നിൽക്കണം. തിരുമേശ എടുക്കണം. തിരുമേശ വരുമ്പോൾ ഇങ്ങനെ ട്രാഫിക് പോലീസിനെ പോലെ കാണിച്ചാൽ പോരാ. തിരുമേശ എടുക്കണം, കൂട്ടായ്മ ആചരിക്കണം, പ്രാർത്ഥന കഴിക്കണം. ദൈവത്തോടും മനുഷ്യരുടെ കുറ്റമറ്റ മനസ്സോടോട് ജീവിക്കണം. അങ്ങനെ ജീവിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധയുടെ രക്ഷയ്ക്ക് യേശു വീണ്ടും വരും.
കൈവിടപ്പെട്ടു പോകരുത്. പൊന്നച്ചാന്റെ വീട്ടിലെ യോഗം കൂടി കൈവിടപ്പെട്ടു പോകരുത്. ഓൺലൈനിൽ കേട്ട് കൈവിടപ്പെട്ടു പോകരുത്. യേശു വീണ്ടും വരും. കൈവിടപ്പെട്ടു പോകരുത്. അവൻ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടണം. ദൈവത്തിന് ഇന്ന് രാത്രി എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ.